Good afternoon. Good afternoon, ma'am. Okay, good afternoon. ഇന്ന് ക്ലാസ് ഇല്ലെന്നാ വിചാരിച്ചേ. ക്ലാസ് എന്തെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് വരും കേട്ടോ. ഓക്കെ ഓക്കെ. മാം റിസൾട്ട് എന്നാ വന്നേന്നറിയോ? എന്താണ് റിസൾട്ട്? അതൊരു മിക്കവാറും ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ വരും കേട്ടോ. ഓക്കെ ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഒക്കെ? എളുപ്പമായിരുന്നു, കുഴപ്പമുണ്ടായില്ല. എന്താണ്? കുഴപ്പമുണ്ടായില്ല. കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലെ? പക്ഷെ അറിയാവുന്ന 2-3 തെറ്റിച്ച്, അതുകൊണ്ട് ഒരു വിഷമം. സാരമില്ല, കുഴപ്പമില്ല. ഒരു മോഡൽ എക്സാം പോലെ ആയിരുന്നല്ലോ, കുഴപ്പമില്ല. എന്താണ് ആൻസി? ടെൻഷനില് പകുതി തെറ്റി. ശരി, ഓക്കെ. ഗ്രൂപ്പിലാണോ വരുന്ന റിസൾട്ട്? എന്താണ്? ഗ്രൂപ്പിലാണോ വരുന്ന റിസൾട്ട്? എനിക്കറിയില്ല ഇത് എങ്ങനെയാന്നുള്ളത് കേട്ടോ. ഗ്രൂപ്പിലോട്ട് വരുമായിരിക്കും, അറിയില്ല കേട്ടോ. നല്ലൊരു 3-4 ദിവസം, വിത്തിൻ 1 വീക്കിനുള്ളിൽ തന്നെ എനിക്ക് റിസൾട്ട് വരും കേട്ടോ. 100 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. എന്താണ്? 100 ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് അറിയൂലായിരുന്നു. ഓക്കെ. അത് ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ആദ്യം 120 ആയിരുന്നു, അപ്പൊ 100 ക്വസ്റ്റ്യൻസ്. അത് ഇപ്പൊ വന്നൊരു ചേഞ്ച് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊരു 1-2 കുട്ടികൾ ഒരുമിച്ചിട്ട് 100 ക്വസ്റ്റ്യനിലാക്കിയിട്ടാണ് ഇത്തവണ വന്നത് കേട്ടോ. ഞാൻ അങ്ങനെ ആയിരുന്നില്ല മുന്നേ, അത് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇനി മുതൽ അങ്ങനെ ആയിരിക്കണം. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഗ്രൂപ്പിൽ അറിയിക്കും കേട്ടോ. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായോ എക്സാമിന്റെ സമയത്ത്? ആർക്കെങ്കിലും ക്ലാസ്സിൽ ആർക്കെങ്കിലും അങ്ങനെ പറഞ്ഞു കേട്ടായിരുന്നോ? ചിലവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പൺ ആവണുണ്ടായില്ല എന്ന് പറയുന്നുണ്ടായി. എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ 60 ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് 60 കഴിഞ്ഞ് നോക്കുമ്പോ അടിയിൽ കിടക്കാണ്. പിന്നെ എനിക്ക് ടെൻഷനായി. മൊത്തത്തിൽ നോക്കണം കേട്ടോ. നമ്മള് സാധാരണ ഒരു എക്സാമിന് കയറുന്ന സമയത്ത് പേപ്പർ നോക്കാൻ ഞാൻ പറഞ്ഞതിന്റെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് പോയതുകൊണ്ട് പറ്റിയില്ലാണ് കേട്ടോ. അങ്ങനെ ആയിരുന്നു. സെപ്പറേറ്റ് ആയിട്ടായിരുന്നു ആദ്യം നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെയാണല്ലോ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളുടെ മനസ്സിൽ അതായിരിക്കും, അത് വെച്ചിട്ട് പോയതുകൊണ്ടാണ് അങ്ങനെ പറ്റിയില്ല. ഓക്കെ, പക്ഷെ പെട്ടെന്നാണ് അങ്ങനെ ചേഞ്ച് നടന്നു ഞാനും അറിഞ്ഞത് അപ്പോഴാണ്. ഓക്കെ, ഇനിയിപ്പോ കുഴപ്പമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ അറിയിക്കും കേട്ടോ. ഇതിനെപ്പറ്റി ഇനിയിപ്പോ ഒരു മുൻവിധി വെച്ച് പോണ്ട. ഓക്കെ, ഇപ്പോഴെന്താ ചേഞ്ചസ് വരാന്നുള്ളത് അറിയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാവർക്കും എന്താ പറയാ, വായിക്കാനൊക്കെ എല്ലാവർക്കും എല്ലാ ചാപ്റ്റേഴ്സും ഒക്കെ വായിച്ചെടുക്കാൻ പറ്റിയായിരുന്നോ? എങ്ങനെയാണ്? ഓക്കെ, ശരി. വേറെ കുഴപ്പമൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സുള്ള കാര്യം അറിഞ്ഞിട്ടില്ലേ? അതുകൊണ്ടാണ് അത് വളരെ കുറവാണല്ലോ ക്ലാസ്സിലാണ്. 10 പേരേ ഉള്ളൂല്ലോ. അങ്ങനെ നമുക്ക് ക്ലാസ് ഇല്ലാന്നൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞ മെസ്സേജ് നിങ്ങൾക്ക് വരും കേട്ടോ. അല്ലാത്ത പക്ഷം ക്ലാസ് ഉണ്ടെന്നാണ് അർത്ഥം. അങ്ങനെ എന്തെങ്കിലും ക്ലാസ് ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്റിമേറ്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ ഒരു മെസ്സേജ് ഒന്നും വന്നിട്ടില്ലല്ലോ. അപ്പൊ ക്ലാസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് 3 മണി വരെ ക്ലാസ് ഉണ്ടായിരിക്കുള്ളൂ. എന്നിട്ട് എക്സാമിന് ലീവാണ്. അപ്പൊ ഞാൻ തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവുക കേട്ടോ. 3 മണി വരെ. 3 മണിയാകുമ്പോ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ നമുക്കൊരു പുതിയ മൊഡ്യൂളിലോട്ട് നമുക്ക് ഇന്ന് കയറാം. ഓക്കെ, എല്ലാവരും സെറ്റ് ആണോ? എല്ലാവരും റെഡി ആണോ? ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ നമ്മള് ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളുകൾ നമ്മൾ അവസാനിച്ചു. പിന്നെ നമ്മള് 3rd-ഉം 4th-ഉം മൊഡ്യൂളിലേക്ക് കടക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ആദ്യം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. നമ്മുടെ 3rd-ഉം 4th-ഉം മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഫസ്റ്റും സെക്കൻഡും കണ്ട പോലത്തെ ചാപ്റ്റേഴ്സുകളല്ല കേട്ടോ. കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററുകളാണ്. കുറെ കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് എന്നുള്ള രീതിയിൽ ആ ഒരു ആസ്പെക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം ചാപ്റ്ററുകളാണ് 3rd-ലും 4th-ലും വരുന്നത്. അത്യാവശ്യം വലിയ വലിയ ചാപ്റ്ററുകളാണ് കേട്ടോ. ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററുകളൊക്കെയാണ് 3rd-ലും 4th-ലും ഒക്കെ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ്.
എങ്കിലും എന്താണ് ഫസ്റ്റും സെക്കൻഡ് മൊഡ്യൂൾ പോലെയല്ല തേർഡും ഫോർത്ത് ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു എഫർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ ക്ലാസ് എടുക്കും എങ്കിൽ കൂടിയും പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ചും കൂടെ ഒരു എഫർട്ട് എടുത്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സുകളാണ്. ചില ചാപ്റ്ററുകൾ നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ചാപ്റ്ററുകളാണ് കേട്ടോ. ഓക്കെ, എന്നാലും നമുക്ക് പഠിക്കാൻ പറ്റും, കുഴപ്പമില്ല. അപ്പൊ ആ ഒരു ചിലപ്പോ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇത് ബോറാണ് തോന്നി പോകാം. പക്ഷെ അങ്ങനെയല്ല, ചാപ്റ്റേഴ്സിന്റെ നേച്ചർ അങ്ങനെയാണ് കേട്ടോ. നമുക്ക് ചിലത് മനസ്സിലാക്കാനും ഒക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നാം. ഞാൻ ഉദ്ദേശിച്ചത് ബുദ്ധിമുട്ടാണെന്നല്ല, ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളിൽ കണ്ട പോലെ ആവില്ല. കുറച്ചും കൂടെ ഒരു എഫർട്ട് നമ്മളിവിടെ എടുക്കണം കേട്ടോ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തേർഡും ഫോർത്തും മാത്രമല്ല, ഏത് മൊഡ്യൂൾ ചാപ്റ്റേഴ്സ് ആണെങ്കിലും നിങ്ങൾ എപ്പോഴും മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പ്രത്യേകിച്ച് തേർഡും ഫോർത്തിലെയും ചാപ്റ്റേഴ്സ് ഒക്കെ വരുമ്പോൾ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. കാര്യം ആ ചാപ്റ്ററുകളിൽ കുറച്ച് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക, ഏതൊക്കെ ഏരിയകളെ ഫോക്കസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. അത് ഞാൻ പറയുന്നുള്ളൂ, നിങ്ങൾ മാക്സിമം നോക്കുക കേട്ടോ. അത്രയ്ക്കാണ് അതിനകത്ത് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഇന്ന് ഒരു ചാപ്റ്റർ തുടങ്ങാം. നമ്മള് മൊഡ്യൂള് 3-നകത്ത് 4ാമത്തെ ചാപ്റ്റർ ആണ് എടുക്കുന്നത് കേട്ടോ. ചാപ്റ്ററിന്റെ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ കേട്ടോ. അതാണ് പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ. ഓക്കെ, അപ്പൊ ചോദിക്കട്ടെ, എന്താണ് പബ്ലിക് റിലേഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ വരുന്നത്? ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്തേ, ക്ലാസ്സിലുള്ളവര് ഒന്ന് മെസ്സേജ് ചെയ്ത് എന്താണ് ഒരു പബ്ലിക് റിലേഷൻ എന്നതുകൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവാം? എന്തായിരിക്കും? ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്തേ, നിങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങളൊക്കെ പറയാട്ടോ. ഓക്കെ, ഞാൻ ചെയ്തോളൂ. ആരുമില്ല, എല്ലാരും പോയോ? ആർക്കുമില്ല, ഒരു ഐഡിയ ഇല്ല? മാളവിക, അതുപോലെ ആൻസി, ഫർഹാന, അവരൊക്കെ ക്ലാസ്സിലുണ്ടല്ലോ. എന്താണ് പബ്ലിക് റിലേഷൻ എന്നതുകൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവാം? എന്താണ് ഒന്നും മിണ്ടാതിരിക്കുന്നേ? ക്ലാസ്സിലില്ലേ ആരും? അതായത് പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഓക്കെ, വരുന്നുണ്ട്. എന്താണ് സിമി പറയുന്നത്? പേഷ്യന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്റ്റാഫുകൾ. ഓക്കെ, മാളവികയുടെ മെസ്സേജ് ഞാൻ വായിച്ചില്ലല്ലോ. എന്താണ് പറഞ്ഞേ? പുറത്ത് നിന്നുള്ള അഭിപ്രായമാണോ? ഓക്കെ, അപ്പൊ എന്താണ് ഇതൊക്കെ തന്നെ നിങ്ങൾക്കൊരു ഡൗട്ടാണ് അല്ലെ? അപ്പൊ വേറൊന്നുമില്ല. പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുജനങ്ങളുമായിട്ടുള്ളൊരു സമ്പർക്കമാണ് അല്ലെ? പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റലിന്റെ പബ്ലിക് റിലേഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ആ ഒരു ഹോസ്പിറ്റലിന് ഈ പറയുന്ന പേഷ്യൻസ് ആയിട്ട്, അതുപോലെ തന്നെ സ്റ്റാഫുകളായിട്ട്, പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ആയിട്ട് അല്ലെ, കമ്മ്യൂണിറ്റി ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ എന്താ പറയാ പാർട്ട്നേഴ്സ് അല്ലെ, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അവരൊക്കെ ആയിട്ടുണ്ടാവുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക. അതാണ് അവിടെ പബ്ലിക് റിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ? പബ്ലിക് എന്ന് പറയുമ്പോൾ പൊതുജനങ്ങളാണല്ലോ. അപ്പൊ എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലിന്റെ പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ ഒരു ഹോസ്പിറ്റലിലോട്ട് വരുന്ന പേഷ്യൻസുകളുണ്ട്, അവിടെ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളുണ്ട് അല്ലെ? പിന്നെന്താണ്? നമുക്കറിയാം ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ? ഓക്കെ, എന്നിട്ട് പൊതുജനങ്ങൾക്ക് ഒരു പബ്ലിക് സർവീസ് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിന് കമ്മ്യൂണിറ്റി ആയിട്ട് എന്തുണ്ടായിരിക്കും? ഒരു കണക്ഷൻ ഉണ്ട് അല്ലെ? കമ്മ്യൂണിറ്റി ആയിട്ട്, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ പാർട്ട്നേഴ്സ് ഒക്കെ ആയിട്ടുണ്ടാവുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ, അതിനെയാണ് നമ്മൾ അവിടെ പബ്ലിക് റിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ എന്തുകൊണ്ടാണ് ഈ പബ്ലിക് റിലേഷൻ ഇത്രയേറെ പ്രാധാന്യം ഉണ്ടാവാനുള്ള കാരണം എന്തായിരിക്കും? അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കാര്യം ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു പബ്ലിക് സർവീസ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ? പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ കൊടുക്കുന്ന ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്.
അപ്പൊ തീർച്ചയായിട്ടും ഒരു ഹോസ്പിറ്റലിൽ മാത്രമല്ല കേട്ടോ, നമ്മളിപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നതുകൊണ്ട് ഹോസ്പിറ്റലിൽ ബേസ് ചെയ്ത് പറയുന്നത് മാത്രം, മറ്റേ ഏതൊരു ഓർഗനൈസേഷൻ പബ്ലിക് സർവീസ് കൊടുക്കുന്ന ഏതൊരു ഓർഗനൈസേഷന്റെ നിലനിൽപ്പിന് എന്ത് അത്യാവശ്യമാണ്? നല്ലൊരു പബ്ലിക് റിലേഷൻ അവിടെ ആവശ്യമാണ് അല്ലെ? കാര്യം ആ ഒരു സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ അതിന് നല്ല രീതിയിൽ മുന്നോട്ട് പ്രവർത്തിക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? നല്ലൊരു പബ്ലിക് റിലേഷൻ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത് കേട്ടോ. നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് എന്താണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്, പിന്നെ പബ്ലിക് റിലേഷന്റെ ഫാദർ, പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്, അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ പബ്ലിക് റിലേഷന്റെ ഡെഫിനേഷൻസ്, 2 ഡെഫിനേഷൻസ് ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. പിന്നെ പറയുന്നത് നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാല് ഇത്തരം പബ്ലിക് റിലേഷന്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത എന്താണ്. അതുപോലെ തന്നെ നമുക്കൊരു നല്ല പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്തൊക്കെ മെത്തേഡുകൾ നമുക്ക് ഉപയോഗിക്കാം. 2 മെത്തേഡുകളൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് പബ്ലിക് റിലേഷനെ നമ്മൾക്ക് എങ്ങനെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും, നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണ് നമ്മളത് ഇവാലുവേറ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ആരാണ് പബ്ലിക് റിലേഷൻ ഓഫീസർ, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഈ ചാപ്റ്ററിനകത്ത് കേട്ടോ. ഈ ചാപ്റ്റർ എന്താ പറയാ, അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആണ്. പക്ഷെ നമുക്ക് വളരെ കുറച്ച് കണ്ടന്റുകൾ, കുറച്ച് കൺസെപ്റ്റുകൾ മാത്രം ഇതിനകത്ത് പഠിക്കാനുള്ളൂ. അപ്പൊ നമുക്ക് എന്താ പറയാ, കോമൺ ആയിട്ട് നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു ഐഡിയ കിട്ടിയോ? നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ശരി, അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം. ചില ചാപ്റ്ററുകളിലോട്ടൊക്കെ വരുമ്പോ ഭയങ്കര ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. ഓക്കെ, അതൊക്കെ മനസ്സിൽ കണ്ടോണ്ട് വേണം ക്ലാസ്സിൽ ഇരിക്കാനായിട്ട്. പകുതിക്ക് വെച്ച് പോകരുത് കേട്ടോ. നമ്മൾ എന്തായാലും കോഴ്സ് എടുത്തു, അപ്പൊ നമുക്ക് നല്ല രീതിയിൽ അത് കംപ്ലീറ്റ് ചെയ്യണം അല്ലെ? ആ ഒരു കമ്മിറ്റ്മെന്റോട് കൂടി തന്നെ മുന്നോട്ട് പോകാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ. ആദ്യം നമ്മൾ പഠിക്കുന്നത് ഹൂ വാസ് എഡ്വേർഡ് ബെർണേഴ്സ്. ആരാണ് എഡ്വേർഡ് ബെർണേഴ്സ്? നിങ്ങൾ ആദ്യം പഠിക്കുന്ന പോയിന്റ് അതാണ് കേട്ടോ. ആരാണ് എഡ്വേർഡ് ബെർണേഴ്സ്? ആരാണ് എഡ്വേർഡ് ബെർണേഴ്സ് എന്നറിയാമോ? അദ്ദേഹമാണ് ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. പബ്ലിക് റിലേഷന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? എഡ്വേർഡ് ബെർണേഴ്സ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പലതവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ? ആരാണ്? എഡ്വേർഡ് ബെർണേഴ്സ്. അപ്പോ 3 പിക്ചേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കാണുന്ന ആളുണ്ടല്ലോ, അദ്ദേഹമാണ് കേട്ടോ എഡ്വേർഡ് ബെർണേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആളുടെ ഒരു ജീവിത കാലയളവ് അവിടെ കൊടുത്തിട്ടുണ്ട്. 1891 to 1995 ആണ് കേട്ടോ. 1891 തൊട്ട് ജനിച്ച് 95-ലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. 104 വർഷം വരെ ജീവിച്ച ആളാണ് കേട്ടോ. എന്ന് പറഞ്ഞ് ജീവിച്ച അത്യാവശ്യം റെക്കോർഡ് ഇട്ട ആളാണ് ആര്? എഡ്വേർഡ് ബെർണേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അദ്ദേഹത്തിന്റെ അങ്കിൾ ആയിരുന്നു ആര്? സിഗ്മണ്ട് ഫ്രോയിഡ്. ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് കേട്ടോ. സിഗ്മണ്ട് ഫ്രോയിഡ് എന്നുള്ള പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഫസ്റ്റ് ടൈം ആണോ കേൾക്കുന്നത്? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ സിഗ്മണ്ട് ഫ്രോയിഡിനെ പറ്റിയിട്ട്? എന്താണ് ഒരു റെസ്പോൺസ് ഇല്ലാത്തെ? ഇല്ല, കേട്ടിട്ടില്ല. ഓക്കെ, അതായത് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സൈക്കോ അനലിസ്റ്റ് ആണ് കേട്ടോ. സൈക്കോളജിയിൽ വരുന്ന ഒരു വ്യക്തിയാണ്. ഒരു സൈക്കോ അനലിസ്റ്റ് ആണ് കേട്ടോ. ആരെന്ന് പറയുന്നത്? സിഗ്മണ്ട് ഫ്രോയിഡ്. അതിന്റെ ഒരു ഡോക്ടറും കൂടിയായിരുന്നു കേട്ടോ. അപ്പം ഈ പറയുന്ന എഡ്വേർഡ് ബെർണേഴ്സിന്റെ അങ്കിൾ ആയിരുന്നു ആര്? സിഗ്മണ്ട് ഫ്രോയിഡ്. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇനി അടുത്തത് നിങ്ങൾക്കൊരു ടേബിൾ കാണാം. ആ ടേബിളില് എല്ലാ പോയിന്റുകളും ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ പോയിന്റുകളും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെക്കണം. എഡ്വേർഡ് ബെർണേഴ്സിനെ പറ്റിയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കുക, ദ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻസ്. അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്നറിയപ്പെടുന്നത് ആരാണ്? എഡ്വേർഡ് ബെർണേഴ്സ് ആണ്. ഓക്കെ, കോയിനില് പബ്ലിക് റിലേഷൻസ് കൗൺസിൽ, അതായത് ആദ്യമായിട്ട് ഒരു പബ്ലിക് റിലേഷൻ കൗൺസില് രൂപീകരിക്കുന്നത് ആരാണ്? എഡ്വേർഡ് ബെർണേഴ്സ് ആണ്. ഇദ്ദേഹമാണല്ലോ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്നറിയപ്പെടുന്നത്. അതിനനുസരിച്ചുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ ഇദ്ദേഹമാണ് ആദ്യമായിട്ട് പബ്ലിക് റിലേഷൻ കൗൺസില് രൂപീകരിക്കുന്നത്
കേട്ടോ. പിന്നെന്താണ്, wrote the first PR book crystallizing public opinion. ആ crystallizing public opinion ഉള്ളത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് PR ബുക്കാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പബ്ലിക് റിലേഷനെ പറ്റിയിട്ടുള്ള ആദ്യത്തെ ബുക്കാണ് എന്ത്, ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ക്രിസ്റ്റലൈസ്, ആ ബുക്കിന്റെ പേരെന്താണ്, ഫസ്റ്റ് PR ബുക്ക്, ദാറ്റ് ഇസ് റിട്ടേൺ ബൈ എഡ്വേർഡ് ബെർണേഴ്സ്. ഇതാണ് ബുക്കിന്റെ പേര്, ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ഓക്കെ. പിന്നെന്താണ്, ടോട്ട് ഫസ്റ്റ് PR കോഴ്സ് അറ്റ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ PR കോഴ്സ് പഠിപ്പിക്കുന്നത് ആരാണ്, ഈ പറയുന്ന എഡ്വേർഡ് ബെർണേഴ്സ് ആണ്. ഓക്കെ. ഫസ്റ്റ് ടു കോൾ ഹിംസെൽഫ് PR പ്രൊഫഷണൽ. അദ്ദേഹത്തിന് തന്നെ സ്വയം ഇങ്ങനെ വിശേഷിപ്പിച്ചിരുന്നത് PR പ്രൊഫഷണൽ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തിന് നമ്മൾ എന്ത് പറയുന്നത്, ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്ന് അറിയുന്നത്. എന്തൊക്കെ പോയിന്റുകൾ നമ്മൾ പറഞ്ഞത്, ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ ആരാണ്, എഡ്വേർഡ് ബെർണേഴ്സ്. ആദ്യമായിട്ട് പബ്ലിക് റിലേഷൻ കൗൺസില് രൂപീകരിക്കുന്നത് ആരാണ്, എഡ്വേർഡ് ബെർണേഴ്സ് ആണ്. ഇനി പബ്ലിക് റിലേഷനെ പറ്റിയിട്ടുള്ള ആദ്യത്തെ ബുക്ക് ഏതാണ് അദ്ദേഹത്തിന്റെ, ആ ബുക്കിന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ്, ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. അതുപോലെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ ഒരു PR കോഴ്സ്, പബ്ലിക് റിലേഷനെ പറ്റിയുള്ള ഒരു കോഴ്സ് ആദ്യമായിട്ട് പഠിപ്പിക്കുന്നതും എഡ്വേർഡ് ബെർണേഴ്സ് ആണ്. അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ഒരു PR പ്രൊഫഷണൽ എന്നാണ്. ഓക്കെ. ഇത്രയുമാണ് എഡ്വേർഡ് ബെർണേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഡെഫിനേഷൻ ആണ് കേട്ടോ. എന്താണ് പബ്ലിക് റിലേഷൻ എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഡെഫിനേഷൻ ആരാണ് മുന്നോട്ട് വെച്ചതെന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ജോൺ മില്ലറ്റിന്റെ ഡെഫിനേഷൻ ആണ് കേട്ടോ. ജോൺ മില്ലറ്റ് അദ്ദേഹം എങ്ങനെയാണ് പബ്ലിക് റിലേഷനെ ഡിഫൈൻ ചെയ്ത് നോക്കിയേ. പബ്ലിക് റിലേഷൻസ് മീൻസ് knowing what the public hopes for and explaining how administration is satisfying these desires. ഒന്നുകൂടെ വായിക്കാം. Public relations means knowing what the public hopes for and explaining how administration is satisfying these desires. ജോൺ മില്ലറ്റിന്റെ ഡെഫിനേഷൻ ആണ്. അതായത് എന്താണ് പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പൊതുജനങ്ങള് എന്ത് പ്രതീക്ഷിക്കുന്നു, അല്ലെ, ഒരു പൊതുജനങ്ങള് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നറിയാനും അവരുടെ പ്രതീക്ഷകള് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങള് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ സംതൃപ്തമാക്കുന്നു എന്നതിനെ പറ്റി വിശദീകരിക്കുന്ന ഒന്നാണ് ഇത് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. ആരുടെ കാഴ്ചപ്പാടിലുള്ള ഡെഫിനേഷൻ ആണ്, ജോൺ മില്ലറ്റിന്റെ ഡെഫിനേഷൻ ആണ്. ഒന്നുകൂടെ പറയാം. പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്താ പറഞ്ഞത്, പൊതുജനങ്ങള് എന്ത് പ്രതീക്ഷിക്കുന്നു, അല്ലെ, എന്നറിയാനും പൊതുജനങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു ആ പ്രതീക്ഷകളെ അഡ്മിനിസ്ട്രേഷൻ അഥവാ ഭരണകൂടം എങ്ങനെയൊക്കെ സംതൃപ്തപ്പെടുത്തുന്നു എന്നതിനെ പറ്റി വിശദമാക്കുന്ന ഒന്നാണ് പബ്ലിക് റിലേഷൻ. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്, പൊതുജനങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. ഒരു ഹോസ്പിറ്റലിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സേവനങ്ങള് എങ്ങനെയായിരിക്കണം എന്ന് പൊതുജനങ്ങൾക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്, അല്ലെ. പൊതുജനങ്ങൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സോഷ്യൽ ഓർഗനൈസേഷനിൽ നിന്ന് പബ്ലിക് എന്ത് പ്രതീക്ഷിക്കുന്നു, എങ്ങനെയുള്ള സേവനങ്ങൾ അവർ പ്രതീക്ഷിക്കുന്നു. ഇനി അത്തരം പ്രതീക്ഷകളെ ആ ഭരണകൂടം, അതായത് ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നതിനെ പറ്റിയുള്ള ഒരു എന്താ പറയാ വിശദീകരണമാണ് അവിടെ നമ്മൾ ഹോസ്പിറ്റലിന്റെ ബേസിൽ പറയുന്ന പബ്ലിക് റിലേഷൻ. ക്ലിയർ ആയോ? അതിപ്പോ ഹോസ്പിറ്റൽ എന്ന് മാത്രമല്ല, ഏതൊരു ഓർഗനൈസേഷൻ അങ്ങനെ തന്നെയാണ്, അല്ലെ. ക്ലിയർ ആയോ പറഞ്ഞത്? അതാണ് ജോൺ മില്ലറ്റിന്റെ ഡെഫിനിഷൻ. അപ്പൊ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ചിലപ്പോൾ ഡെഫിനിഷൻ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ആരാണിത് മുന്നോട്ട് വെച്ചെന്ന് ചോദിക്കും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അടുത്ത ഡെഫിനിഷൻ ഇതാണ്. Public relations is an organized process to influence public opinion through sound character and genuine performance on the basis of mutually satisfactory two-way communication. അത് ആരാണ് മുന്നോട്ട് വെച്ചത് എഴുതിയിട്ടില്ല, പക്ഷെ ഈ ഒരു ഡെഫിനേഷൻ നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. വേറൊരു തരത്തിൽ എങ്ങനെയാ പറയുന്നത്, പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഓർഗനൈസ്ഡ് പ്രോസസ് ആണ്, ഒരു സംഘടിതമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് എന്ന് പറഞ്ഞാല് ടു ഇൻഫ്ലുവൻസ് ദ പബ്ലിക് ഒപ്പീനിയൻ, അതായത് പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളെ സ്വാധീനിക്കുന്ന ഒരു സംഘടിതമായിട്ടുള്ള ഒരു പ്രോസസ് ആണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്.
എങ്ങനെയാണ് നമ്മൾ പൊതുജനങ്ങളുടെ അഭിപ്രായത്തിന് സംഘടിതമായിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് അങ്ങനെ പറയുന്നത്? കാര്യം ഹോസ്പിറ്റല് സേവനങ്ങൾ കൊടുക്കുന്ന ആർക്കാണ്? പബ്ലിക്കിനാണ് അല്ലെ, കമ്മ്യൂണിറ്റിക്കാണ്, പബ്ലിക്കിനാണ് സേവനങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റൽ സേവനങ്ങൾ പബ്ലിക്കിന് കൊടുക്കുന്നു, പബ്ലിക് സേവനങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നും കൈപ്പറ്റും. അല്ല, അവര് തമ്മിലുള്ള ഒരു മ്യൂച്വലി അല്ലെ, രണ്ടു കൂട്ടരും തമ്മിലുള്ള ആ ഒരു ഓർഗനൈസ്ഡ് പ്രോസസ് ആണ് അല്ലെ. അപ്പൊ ആ രീതിയിൽ ഒരു പബ്ലിക് ഒപ്പീനിയനെ സ്വാധീനിക്കുക. എങ്ങനെ നമുക്ക് പബ്ലിക് ഒപ്പീനിയനെ സ്വാധീനിക്കാനായിട്ട് സാധിക്കാം? ത്രൂ സൗണ്ട് ക്യാരക്ടർ ആൻഡ് ജെനുവിൻ പെർഫോമൻസ് അല്ലെ. നല്ല ക്യാരക്ടറിലൂടെ, അതുപോലെ തന്നെ ജെനുവിൻ ആയിട്ടുള്ള പെർഫോമൻസിലൂടെ, അത്രയും എന്താണ് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള സേവനങ്ങള്, നല്ല പ്രകടനം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അവർക്ക് സേവനങ്ങൾ കൊടുക്കുന്നതിലൂടെയാണ് നമുക്ക് പബ്ലിക്കിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ അവിടെ എന്താണ് ബേസ് ചെയ്യേണ്ടത്? ഓൺ ദ ബേസിസ് ഓഫ് മ്യൂച്വലി സാറ്റിസ്ഫാക്ടറി ടു വേ കമ്മ്യൂണിക്കേഷൻ. എന്തിന്റെ ബേസിലായിരിക്കണം? രണ്ടു കൂട്ടർക്കും ഒരുപോലെ ഉള്ള ഒരു എന്താ പറയാ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള ടു വേ കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്തുകൊണ്ട്. രണ്ടു കൂട്ടർ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഹോസ്പിറ്റലും പബ്ലിക്കും. അവര് തമ്മിലുള്ള ഒരു പരസ്പരം രണ്ടു കൂട്ടർക്കും ഒരുപോലെ സംതൃപ്തമായ രീതിയിൽ ഒരു ടു വേ കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്തുകൊണ്ട് നല്ല ക്യാരക്ടറിലൂടെയും ജെനുവിൻ പെർഫോമൻസിലൂടെയും പബ്ലിക് ഒപ്പീനിയനെ സ്വാധീനിക്കാനുള്ള ആ ഒരു സംഘടിതമായ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ നമുക്കറിയാം, ഇലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് നമ്മളുടെ അടുത്ത് വോട്ട് ചോദിച്ച ആൾക്കാർ വരും, കാൻഡിഡേറ്റ്സ് ഒക്കെ വരും അല്ലെ. അപ്പൊ അവരെങ്ങനെയാ നമ്മളെ സ്വാധീനിക്കാൻ? എങ്ങനെയാ നമ്മൾ, അല്ലെങ്കിൽ എന്തിന്റെ ബേസിലാണ് നമ്മൾ അവർക്ക് വോട്ടും കാര്യങ്ങളും കൊടുക്കുന്നത്? അവരുടെ ക്യാരക്ടർ നോക്കിയിട്ടാണ് അല്ലെ. അവരുടെ ക്യാരക്ടർ നോക്കും, അവരുടെ ജെനുവിൻ ആയിട്ട് അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ്, ജെനുവിൻ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടല്ലേ നമ്മളൊരാൾക്ക് വോട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അങ്ങനെയല്ലേ ആളുകള് നമ്മളെ സ്വാധീനിക്കുന്ന ആ രീതിയിലാണ്, നല്ല ക്യാരക്ടറിലൂടെയും സത്യസന്ധമായിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള പെർഫോമൻസിലൂടെയും. പക്ഷെ രണ്ടു കൂട്ടർക്കും ഒരുപോലെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ സേവനങ്ങൾ കൊടുക്കുമ്പോൾ ഹോസ്പിറ്റലിനും ആ സേവനങ്ങൾ കൊടുക്കുന്നതിന് അവർക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ ഒരു പബ്ലിക് ആ സേവനങ്ങൾ കൈപ്പറ്റുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിന് ലഭിക്കുന്ന സേവനങ്ങൾ പബ്ലിക്കും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അവര് തമ്മിലുള്ള ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. രണ്ടു കൂട്ടർക്കും ഒരുപോലെ സംതൃപ്തമാകുന്ന ഒരു ടു വേ കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സൗണ്ട് ക്യാരക്ടറിലൂടെയും ജെനുവിൻ പെർഫോമൻസിലൂടെയും പബ്ലിക്കിനെ സ്വാധീനിക്കുന്ന ആ ഒരു സംഘടിതമായിട്ടുള്ള പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നു. ക്ലിയർ ആയോ? രണ്ട് ഡെഫിനിഷൻസ് ജോൺ മില്ലറ്റ് പറഞ്ഞതും പിന്നെ മറ്റൊരു ഡെഫിനേഷനും. അതായത് പബ്ലിക് റിലേഷൻ എന്ന് പറയുമ്പോൾ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആണെന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. അതായത് ഹോസ്പിറ്റലും പേഷ്യൻസും തമ്മിലാവാം, ഹോസ്പിറ്റലും സ്റ്റാഫുകളും തമ്മിലാവാം അല്ലെ, ഹോസ്പിറ്റലും പാർട്ട്നേഴ്സും തമ്മിലാവാം, ഹോസ്പിറ്റലും പബ്ലിക് കമ്മ്യൂണിറ്റി തമ്മിലുണ്ടാവാം അല്ലെ. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? വായിച്ചു നോക്കിക്കോട്ടോ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോ. ഓക്കെ ആണെന്ന് തോന്നുന്നു, വേറെ പ്രശ്നങ്ങളൊന്നും അതിനകത്തില്ലല്ലോ. അടുത്തത് കേട്ടോ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ കേട്ടോ. പബ്ലിക് റിലേഷന്റെ ആവശ്യകത എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? ഇതൊക്കെ നമ്മൾക്ക് എന്താ പറയാ, നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. വേറെ വലിയ പോയിന്റ് ഒന്നുമില്ല, നമുക്ക് തന്നെ ചിന്തിച്ചാൽ അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? enlarge the visibility for the hospital employees, programs and services. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഹോസ്പിറ്റല് അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയീസ്, അവിടുത്തെ സ്റ്റാഫുകള്, ആ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന പ്രോഗ്രാംസുകള്, അതുപോലെ ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സേവനങ്ങള്, ചുരുക്കി പറഞ്ഞാല് ആ ഒരു ഹോസ്പിറ്റലിനെ പറ്റിയിട്ടുള്ള വിസിബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് അല്ലെ. വിസിബിലിറ്റി വർദ്ധിപ്പിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഹോസ്പിറ്റലിനെ പറ്റിയിട്ടുള്ള ഒരു അറിവ് അല്ലെ, ആ ഹോസ്പിറ്റൽ എന്താണെന്നും അവിടെ എങ്ങനെയൊക്കെയുള്ള സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്, എന്തൊക്കെ പ്രോഗ്രാംസുകൾ അവിടെ നടക്കുന്നുണ്ട്, എങ്ങനെയുള്ള എംപ്ലോയീസുകൾ, എങ്ങനെയുള്ള സ്റ്റാഫുകളാണ് അവിടെ ഉള്ളത്, അങ്ങനെ ഒരു ഹോസ്പിറ്റലിന്റെ വിസിബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് എന്താ ആവശ്യമാണ്?
പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. അല്ലാണ്ട് ഒരു പബ്ലിക്കുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ ഐസോലേറ്റഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ നിന്നല്ല ഒരു ഓർഗനൈസേഷൻ നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ എന്ത് വേണം, കമ്മ്യൂണിറ്റിയായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ഒരു വിസിബിലിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാണ്ട് ഒറ്റപ്പെട്ട് ആരുമായിട്ടും ഒരു പബ്ലിക്കായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാണ്ട് ഒരു ഓർഗനൈസേഷന് പ്രവർത്തിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്താണ്, enlarge the visibility for the hospital employees, programs and services. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്താണ്, പൊസിഷൻ ദ ഹോസ്പിറ്റൽ ആസ് എ ഹെൽത്ത് കെയർ ലീഡർ ആൻഡ് അതോറിറ്റി വിത്തിൻ ദ കമ്മ്യൂണിറ്റി ഓർ റീജിയൻ. പിന്നെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ പബ്ലിക്കിൽ അല്ലെ, കമ്മ്യൂണിറ്റിയിൽ അതിന്റെ ഒരു പെർട്ടിക്കുലർ റീജിയനിലായിക്കോട്ടെ ഹോസ്പിറ്റലിനെ ഒരു ഹെൽത്ത് കെയർ ലീഡർ അഥവാ ഒരു ഹെൽത്ത് കെയർ അതോറിറ്റി എന്നുള്ള രീതിയിൽ പ്ലേസ് ചെയ്യണമെങ്കിലും നമുക്ക് അവിടെ എന്ത് ആവശ്യമാണ്, പബ്ലിക് റിലേഷൻ ആവശ്യമാണ് അല്ലെ. ഒരു നല്ല ഹോസ്പിറ്റല് അതൊരു എന്താണ്, ഒരു ഹെൽത്ത് കെയർ ലീഡർ അല്ലെങ്കിൽ ഒരു നമുക്ക് എല്ലാവിധ ഹെൽത്ത് കെയർ ഫെസിലിറ്റികളും ഒരുക്കുന്ന ഒരു നല്ല ഹോസ്പിറ്റൽ എന്ന രീതിയിൽ അതിന് പ്ലേസ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം, ഒരു പബ്ലിക് റിലേഷൻ ഉണ്ടായിരിക്കണം. 5 മൊഡ്യൂൾ 3 കേട്ടോ. ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ ചാപ്റ്റേഴ്സ് തീർന്നില്ലേ? അപ്പൊ നമ്മൾ തേർഡ് മൊഡ്യൂളിലേക്ക് കടന്നു കേട്ടോ. തേർഡ് മൊഡ്യൂളിലെ 4th ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയി പറഞ്ഞത്. പൊസിഷൻ ദ ഹോസ്പിറ്റൽ ആസ് എ ഹെൽത്ത് കെയർ ലീഡർ ആൻഡ് അതോറിറ്റി വിത്തിൻ ദ കമ്മ്യൂണിറ്റി ഓർ റീജിയൻ. 3ാമത്തെ പോയിന്റ് ഇതാണ്, ഇൻക്രീസ് ദ അവയർനെസ് ഓഫ് ദ ഹോസ്പിറ്റൽസ് ടോട്ടൽ റേഞ്ച് ഓഫ് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ്. അതോടൊപ്പം ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള അവരുടെ പ്രോഗ്രാംസുകൾ, അവരുടെ സേവനങ്ങളെ പറ്റിയിട്ട് പൊതുജനങ്ങൾക്കിടയിൽ അവയർനെസ്, അവബോധം വർദ്ധിപ്പിക്കുന്നതിനും എന്താവശ്യമാണ്, പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? അതായത് ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള അവരുടെ സേവനങ്ങള്, അവരുടെ പ്രോഗ്രാംസുകളെ പറ്റിയിട്ട് പൊതുജനങ്ങൾക്കിടയിൽ ഒരു അവയർനെസ്, അവബോധം ഉണ്ടാക്കുന്നതിനായിട്ട് പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. ഓക്കെ, അടുത്തത് എന്താണ്, എൻഹാൻസ് ദ ഹോസ്പിറ്റൽസ് ഇമേജ് അല്ലെ. ഹോസ്പിറ്റലിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിനും നമുക്ക് എന്താവശ്യമാണ്, പബ്ലിക് റിലേഷൻ ആവശ്യമാണ് കേട്ടോ. എൻഹാൻസ് ദ ഹോസ്പിറ്റൽസ് ഇമേജ്, ഹോസ്പിറ്റലിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിനും പബ്ലിക് റിലേഷൻ നമുക്ക് ആവശ്യമാണ്. നെക്സ്റ്റ് പോയിന്റ് എന്താണ്, അസിസ്റ്റിംഗ് റിക്രൂട്ട്മെന്റ് ആൻഡ് റീടെൻഷൻ ഓഫ് എംപ്ലോയീസ്. അസിസ്റ്റിംഗ് റിക്രൂട്ട്മെന്റ് ആൻഡ് റീടെൻഷൻ ഓഫ് എംപ്ലോയീസ്. അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റിന് അസിസ്റ്റ് ചെയ്യാം. നമുക്കറിയാം, നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത് ആളുകളെ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്ന ഇതേ കമ്മ്യൂണിറ്റി, ഇതേ പബ്ലിക്കിൽ നിന്നുള്ള ആളുകളെയാണ് നമ്മൾ എടുക്കുന്നത്, റിക്രൂട്ട് ചെയ്ത് നമ്മൾ എടുക്കുന്നത്. അപ്പോ ഈ പറയുന്ന തിരഞ്ഞെടുപ്പുകൾ റിക്രൂട്ട്മെന്റുകളെ അസിസ്റ്റ് ചെയ്യാനും അതുപോലെ എംപ്ലോയീസിനോട് നിലനിർത്തുന്നതിനും എന്താവശ്യമാണ്, നമുക്ക് പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. നല്ല പബ്ലിക് റിലേഷൻ ഉണ്ടെങ്കിലേ അതിൽ നിന്ന് പറ്റുന്ന ആളുകളെ നമുക്ക് റിക്രൂട്ട് ചെയ്യാനും അങ്ങനെയുള്ള എന്താ പറയുക സ്റ്റാഫുകളെ നമുക്ക് ഹോസ്പിറ്റലിൽ നിലനിർത്താനും സാധിക്കുകയുള്ളൂ അല്ലെ. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്, അസിസ്റ്റന്റ് റിക്രൂട്ട്മെന്റ് ആൻഡ് റിറ്റൻഷൻ ഓഫ് എംപ്ലോയീസ്. നെക്സ്റ്റ് പോയിന്റ് എന്താണ്, ആക്ട് ആസ് എ ഫൗണ്ടേഷൻ when unreal news about the hospital happens. അതോടൊപ്പം നമുക്കിപ്പോ ഒരു ഹോസ്പിറ്റലിന് എന്തെങ്കിലും എന്താ പറയുക പ്രശ്നങ്ങൾ വരികയാണ്, പ്രത്യേകിച്ച് ഇവർ പറയുന്ന അൺറിയൽ ന്യൂസ്, അല്ലെങ്കിൽ ആരോപണങ്ങൾക്കൊക്കെ വിധേയമാകുന്ന ഒരു ആരോപണങ്ങളൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഒരു ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് ഒരു ഫൗണ്ടേഷൻ, ആ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു അടിത്തറ, ഒരു ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ നിൽക്കണമെങ്കിലും എന്താവശ്യമാണ്, പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. എന്നുവെച്ചാൽ ഒരു പബ്ലിക്കിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്താണ്, അവർക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവർക്ക് അതിനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ഒരു പബ്ലിക് റിലേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ആ ഹോസ്പിറ്റൽ അതോടുകൂടി ഇല്ലാതായി പോകും അല്ലെ. അതേസമയം നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സമയത്ത് അവരുടെ എന്താണ് ഇമേജിന് ഒട്ടം വരാത്ത രീതിയിൽ നമുക്ക് ഒരു ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ എന്താവശ്യമാണ്, പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. അടുത്തത് എന്താണ്, ഇംപ്രൂവ് എംപ്ലോയി മൊറാലിറ്റി. മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ മനോവീര്യം എന്നുള്ള അർത്ഥമാണ്, കോൺഫിഡൻസ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതായത് ആ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾക്ക് അവരുടെ മനോവീര്യം ഇംപ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ലൊരു പബ്ലിക് റിലേഷനിലൂടെ നമുക്ക് അവിടുത്തെ സ്റ്റാഫുകൾക്ക് അവരുടെ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ ഒരു പ്രൊഫിഷ്യൻസി അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് സാധിക്കും.
ഓക്കെ, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് എന്തുകൊണ്ടാണ് ഒരു പബ്ലിക് റിലേഷൻ ഇത്രയേറെ പ്രാധാന്യം വരുന്നത്, ഒരു പബ്ലിക് റിലേഷൻ ആവശ്യകത എന്താണ്, എന്തുകൊണ്ടാണെന്ന് പറഞ്ഞത്, എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഹോസ്പിറ്റല്, അതിന്റെ എംപ്ലോയീസ്, മറ്റുള്ള പ്രോഗ്രാംസുകള്, ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സേവനങ്ങളെ പറ്റിയിട്ടുള്ള വിസിബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന്, പിന്നെന്താണ് ഹോസ്പിറ്റലിനെ ഒരു ഹെൽത്ത് കെയർ ലീഡർ അഥവാ ഒരു ഹെൽത്ത് കെയർ അതോറിറ്റി എന്നുള്ള രീതിയിൽ പ്ലേസ് ചെയ്യുന്നതിന് പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ മൊത്തത്തിൽ ആ ഹോസ്പിറ്റലിന്റെ സേവനങ്ങളെ പറ്റിയിട്ട് പൊതുജനങ്ങൾക്കിടയിൽ അവയർനെസ് കൊടുക്കുന്നതിനും പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. ഹോസ്പിറ്റലിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിന് പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. അതുപോലെ റിക്രൂട്ട്മെന്റിനെ അസിസ്റ്റ് ചെയ്യുന്നതിനും എംപ്ലോയീസിനാണ് നിലനിർത്തുന്നതിനും പബ്ലിക് റിലേഷൻ ഉണ്ടാവണം. പിന്നെ ഹോസ്പിറ്റൽ എന്തെങ്കിലും ആരോപണ വിധേയമാകുന്ന സമയത്ത് അവർക്ക് ഒരു കോട്ടം വരാത്ത രീതിയിൽ, അവർക്ക് ഒരു ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കണമെങ്കിലും പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. പിന്നെ എന്താ പറഞ്ഞത്, ഇംപ്രൂവ് എംപ്ലോയി മൊറൽ അല്ലെ, അവിടുത്തെ ജീവനക്കാർക്ക് നല്ലൊരു പബ്ലിക് റിലേഷനിൽ അവരുടെ കോൺഫിഡൻസ് അല്ലെ, അവരുടെ മനോവീര്യം, അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ബൂസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ പറഞ്ഞത്? ഇത്രയാണ് പബ്ലിക് റിലേഷന്റെ ആവശ്യകത അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഏതെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലാവത്തുണ്ടോ? ഓക്കെ, വേറെ ഒന്നും ഇല്ല എന്നത്. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, താഴെ തന്നിരിക്കുന്നവയിൽ ഒരു പബ്ലിക് റിലേഷന്റെ ആവശ്യകതയിൽ ഉൾപ്പെടുന്നത് ഏതാണ് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. അത്രേ വേണ്ടു കേട്ടോ. അതിലേക്ക് കിടക്കാം നമുക്ക്. അപ്പൊ നമ്മൾ പബ്ലിക് റിലേഷൻ എന്താണെന്ന് പറഞ്ഞു, എന്റെ ഫാദർ എഡ്വേർഡ് ബർണേഴ്സിനെ പറ്റി പറഞ്ഞു, ഡെഫിനേഷൻ കണ്ടു, നീഡ് മനസ്സിലാക്കി. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് മെത്തേഡ്സ് ഓഫ് മെയിൻറ്റൈനിങ് പബ്ലിക് റിലേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി. ഇനി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു നല്ല പബ്ലിക് റിലേഷൻ ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ നല്ലൊരു പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായിട്ട് എന്തൊക്കെ മെത്തേഡുകളാണ് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, കമ്മ്യൂണിറ്റിയിൽ നല്ലൊരു പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായിട്ട് എന്തൊക്കെ മെത്തേഡുകളാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. അപ്പൊ പ്രധാനമായിട്ടും 2 മെത്തേഡുകളാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. ഒന്നാമത്തത് ഓപ്പറേറ്റീവ് മെത്തേഡ്, രണ്ടാമത്തെ എന്താണെന്നറിയോ, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. ഏതൊക്കെയാണ്? ഓപ്പറേറ്റീവ് മെത്തേഡും കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡും. അപ്പൊ പേരിൽ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രവർത്തന രീതികൾ അല്ലെ, നല്ല പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു പബ്ലിക് റിലേഷൻ നമുക്ക് നിലനിർത്താൻ പറ്റില്ലേ? ഇല്ലേ? ഇപ്പൊ ഒരു ഹോസ്പിറ്റലാണെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാന്ന് വെച്ചാൽ നല്ല രീതിയിൽ നല്ല പെരുമാറ്റത്തോടു കൂടി അവരോട് അവർക്ക് സേവനങ്ങൾ മറ്റും കൊടുക്കുക അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഈ പറയുന്ന പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അതാണ് പ്രവർത്തന രീതികൾ, ഓപ്പറേറ്റീവ് മെത്തേഡ്. രണ്ടാമത്തത് എന്താണ്? കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. അതായത് നല്ല ആശയവിനിമയത്തിലൂടെ അല്ലെ, നല്ലൊരു കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പബ്ലിക് റിലേഷനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? 2 മെത്തേഡുകളാണ്, ഓപ്പറേറ്റീവ് മെത്തേഡും കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡും. ഇനി എന്തൊക്കെയാണ് ഈ മെത്തേഡുകൾ, അതിൽ വരുന്ന കമ്പോണന്റുകൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് ഫസ്റ്റ് വൺ ഓപ്പറേറ്റീവ് മെത്തേഡ്സ് ആണ് കേട്ടോ. പ്രവർത്തന രീതി എന്ന് പറയല്ലോ, അതാണ് ഓപ്പറേറ്റീവ് മെത്തേഡ്. നോക്കാം. ദീസ് മെത്തേഡ്സ് ആർ ബേസിക്കലി റിലേറ്റഡ്. ഒരു മിനിറ്റ് കേട്ടോ. Okay, operative methods എന്താണ്? These methods are basically related with every aspect of a hospital's operation, including those that are performed by workmen such as telephone operator, inquiry office personnel and admission office clerks. Just ഒന്ന് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. എന്താണ് ഓപ്പറേറ്റീവ് മെത്തേഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇറ്റ് റിലേറ്റഡ് വിത്ത് എവറി ആസ്പെക്ട് ഓഫ് ദി ഹോസ്പിറ്റൽ ഓപ്പറേഷൻ. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളുടെ എല്ലാ വശങ്ങളുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മെത്തേഡാണ് ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. എല്ലാ വശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എല്ലാ വശങ്ങളും എന്ന് പറഞ്ഞാല് അവരോട് ഉദ്ദേശിക്കുന്ന ഇൻക്ലൂഡിങ് those that are performed by workmen such as telephone operator അല്ലെ, ടെലിഫോൺ ഓപ്പറേറ്റർമാര്, അതുപോലെ ഇൻക്വയറി ഓഫീസ് പേഴ്സണൽസ് അല്ലെ, അവിടുത്തെ ഓഫീസ് സ്റ്റാഫുകള്, അതുപോലെ അഡ്മിഷൻ ഓഫീസ് ക്ലർക്കുകള്, അവരെല്ലാവരും ഉൾപ്പെടുന്ന ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തന മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം,
അതായത് ഓപ്പറേറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലിലെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വിഭാഗം മാത്രം നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് കാര്യമില്ല. മനസ്സിലായോ? അതായത് ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ പറയുമ്പോൾ ഒരു ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സസ് ഉണ്ട്, മറ്റ് മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ മാത്രം നല്ലതായതുകൊണ്ട് നമുക്ക് പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ആ ഹോസ്പിറ്റലിന്റെ ഓരോ മുക്കിലും മൂലയിലുള്ള എല്ലാ വശങ്ങളിലും എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന എല്ലാവരും ഒരുപോലെ നല്ല രീതിയിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പബ്ലിക് റിലേഷനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതായത് ടെലിഫോൺ ഓപ്പറേറ്റർമാര്, ഇൻക്വയറി ഓഫീസ് സ്റ്റാഫുകള്, അഡ്മിഷൻ ഓഫീസ് ക്ലർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹോസ്പിറ്റലിന്റെ ഏറ്റവും ബാക്കെൻഡിൽ വരെ പ്രവർത്തിക്കുന്ന ആളുകളാണ് അല്ലെ. ഏറ്റവും എന്താ പറയാ, താഴെത്തട്ടിലും അതുപോലെ ബാക്കെൻഡിലും നമ്മൾ നേരിട്ട് കാണാത്ത നമ്മുടെ ബാക്കെൻഡിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്റ്റാഫുകളുണ്ട് അല്ലെ. അപ്പൊ അവരുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങള് അവരെല്ലാവരും ഉൾപ്പെടുന്ന ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തന വശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഒന്നാമത് ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഏതെങ്കിലും 2-3 ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും 2 കാര്യങ്ങൾ മാത്രം, ഏതെങ്കിലും കുറച്ച് കാര്യങ്ങളിൽ മാത്രം പ്രവർത്തനം നല്ലതായതുകൊണ്ട് പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ഒരുപോലെ നല്ല രീതിയിൽ പ്രവർത്തിക്കണം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്ന കൺസെപ്റ്റ് എന്നാണ് കേട്ടോ. ഓക്കെ. അതുകൂടാതെ ഓൾ ദോസ് മെയിൻറ്റൈനിങ് കോണ്ടാക്ട് വിത്ത് പേഷ്യൻസ്, അതായത് പേഷ്യൻസുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന എല്ലാവരും, ദാറ്റ് മീൻസ് നേരിട്ട് പേഷ്യൻസുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഡോക്ടർമാര്, നഴ്സുമാര് അല്ലെ. അതുപോലെ തന്നെ ആസ് വെൽ ആസ് ദോസ് വർക്കിംഗ് ബിഹൈൻഡ് ദ സ്ക്രീൻ കേട്ടോ. ബാക്കെൻഡിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളാണ് ഈ പറയുന്ന ടെലിഫോൺ ഓപ്പറേറ്റർമാര്, ഓഫീസ് പേഴ്സണല്, അഡ്മിഷൻ ക്ലർക്കുകള്, അങ്ങനെയുള്ള ബാക്കെൻഡിൽ പ്രവർത്തിക്കുന്ന ആളുകളും അതാണ് ബിഹൈൻഡ് ദ സ്ക്രീൻ ഷെയർ ദ സെയിം ബട്ടൺ. അതെല്ലാവരും ഒരുപോലെ ഇതിന് റെസ്പോൺസിബിൾ ആണ് എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളുടെ എല്ലാ വശങ്ങളുമായിട്ട് മുക്കിലും മൂലയിലും ഏറ്റവും എല്ലാ തട്ടുകളിലും എല്ലാ വശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെത്തേഡാണ് ഇത് ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷെ എല്ലാ മേഖലകളിലെല്ലാം എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിക്കണം എങ്കിൽ മാത്രമേ നല്ലൊരു പബ്ലിക് റിലേഷൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ് വരുന്നത് the 3 fundamental components of a community operation. ഇനി ഒരു കമ്മ്യൂണിറ്റിയിൽ നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 ഫണ്ടമെന്റൽ കമ്പോണന്റുകളാണ് അവിടെ പറയുന്നത്. ചുരുക്കി പറഞ്ഞാല് ഇത് ഓപ്പറേറ്റീവ് മെത്തേഡിൽ വരുന്ന കമ്പോണന്റ്സ് ആണ്. അങ്ങനെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓപ്പറേറ്റീവ് മെത്തേഡിൽ വരുന്ന കമ്പോണന്റുകൾ, ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കമ്പോണന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ, ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ അല്ലെ. വളരെ ജോയ്ഫുൾ ആയിട്ട് വളരെ പ്ലസന്റ് ആണ് പ്രവർത്തിക്കുക എന്നാണ് പറയുന്നത് അല്ലെ. നല്ല രീതിയിൽ പ്രവർത്തിക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രവർത്തിക്കണം. ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ അല്ലെ. വളരെ ജോയ്ഫുൾ ആയിട്ട് വളരെ പ്ലസന്റ് ആയിട്ട് വളരെ മാന്യമായിട്ട് വേണം നമ്മള് ആളുകളുമായിട്ട് എന്ത് ചെയ്യാനായിട്ട്, ഇടപെടാനായിട്ട് അല്ലെ. നല്ലൊരു പെരുമാറ്റം, അതൊരു കമ്പോണന്റ് ആണ് അല്ലെ. രണ്ടാമത്തത് ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ്, അതുപോലെ വളരെ വേഗത്തിലും വളരെ എഫിഷ്യന്റ് ആയിട്ട് കൊടുക്കുന്ന ചികിത്സകള്. ഓക്കെ. പിന്നെ മൂന്നാമത്തെ എന്താണ്, ക്ലിയർ എൻവയോൺമെന്റ് ആൻഡ് വെൽ അപ്പിയറൻസ് ഓഫ് ദ വർക്കേഴ്സ്. ഒരു ഹോസ്പിറ്റലിന്റെ അന്തരീക്ഷം എപ്പോഴും എങ്ങനെയായിരിക്കണം, വളരെ ക്ലിയർ ആയിരിക്കണം അല്ലെ. ഒരുപാട് നോയ്സ് ഉള്ളതോ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ടെൻഷനോ പ്രഷറോ ഉണ്ടാക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണോ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കേണ്ടത്? അല്ല. വളരെ ക്ലിയർ ആയിട്ടുള്ള എൻവയോൺമെന്റും അതുപോലെ തന്നെ വെൽ അപ്പിയറൻസ് ഓഫ് ദ വർക്കേഴ്സ്, അവിടെ പ്രവർത്തിക്കുന്ന മെഡിക്കൽ സ്റ്റാഫുകളാണെങ്കിലും നമ്മൾ അവരെ കാണുമ്പോഴാണെങ്കിലും അവർക്കൊരു നല്ലൊരു അപ്പിയറൻസിലായിരിക്കണം അല്ലെ. എന്നുവെച്ചൊരു ഹോസ്പിറ്റാലിറ്റി ഒക്കെ വേണം, ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ ഇതാണ് നല്ല പ്രവർത്തനങ്ങൾ ഒരു കമ്മ്യൂണിറ്റി ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 ഫണ്ടമെന്റൽ കമ്പോണന്റുകളാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഓപ്പറേറ്റീവ് മെത്തേഡിൽ വരുന്ന കമ്പോണന്റുകളാണ് ഇതൊക്കെയാണ്. ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ, വളരെ പ്ലസന്റ് ആയിട്ട് വളരെ മാന്യമായിട്ടാണ് പെരുമാറുന്നത് അല്ലെ. പിന്നെന്താണ്, ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ്, ഏറ്റവും വേഗത്തിലും വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ചികിത്സ. ആളുകൾ വരുന്ന സമയത്ത് ഒരുപാട് ഡിലേ ചെയ്യാതെ ഏറ്റവും പെട്ടെന്ന് അവർക്ക് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കും. പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് മാത്രമല്ല കാര്യം, ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അവർക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ അന്തരീക്ഷം വളരെ ക്ലിയർ ആയിരിക്കണം. വർക്കേഴ്സ്, അവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലും വളരെ നല്ല അപ്പിയറൻസോടുകൂടി ആളുകളെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഹോസ്പിറ്റലൊക്കെ അങ്ങനെ തന്നെയാണ് അല്ലെ. ഇതൊക്കെയാണ് നമ്മൾ പറയുന്ന ഓപ്പറേറ്റീവ് മെത്തേഡിന്റെ പ്രധാനപ്പെട്ട കമ്പോണന്റുകൾ. ഓക്കെ. ഇനി നോക്കാം, സം ഓപ്പറേഷൻസ് ഓഫ് ഇംപ്രൂവിംഗ് ഓപ്പറേഷൻ ഓഫ് എ ഹോസ്പിറ്റൽ ഇൻ ദ കമ്മ്യൂണിറ്റി ലെവൽ. അതായത് ഒരു കമ്മ്യൂണിറ്റിയില് നല്ലൊരു ഓപ്പറേഷൻ, ദാറ്റ് മീൻസ് നല്ലൊരു പ്രവർത്തനങ്ങള് ഇംപ്രൂവ് ചെയ്യുന്നതിനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം നോക്കാം. എ ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ ഇസ് ദ ബേസിസ് ഓഫ്
ഗുഡ് പബ്ലിക് റിലേഷൻ. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. നമുക്കറിയാം ഒരു നല്ല പബ്ലിക് റിലേഷന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? എ ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ തന്നെയാണ് അല്ലെ. ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഒരു പേഷ്യന്റ് കെയർ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും, അതായത് ഒരു നല്ലൊരു പബ്ലിക് റിലേഷൻ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എ ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യാൻ കൊടുക്കുക. അപ്പൊ അത് ആദ്യം ചെയ്യാം. ഓക്കെ. പിന്നെന്താണ്? സഫീഷ്യന്റ് ഫിസിക്കൽ ഫെസിലിറ്റി വിത്ത് ഗുഡ് ഫങ്ഷണൽ ലേഔട്ട്. അതായത് അതുപോലൊരു ഹോസ്പിറ്റൽ ആണെങ്കിലും അത്യാവശ്യം ഫിസിക്കൽ ഫെസിലിറ്റികൾ അവിടെ ഉണ്ടായിരിക്കണം വിത്ത് ഗുഡ് ഫങ്ഷണൽ ലേഔട്ട്. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഫിസിക്കൽ ഫെസിലിറ്റികൾ, ഒരുപാടല്ലെങ്കിലും ആളുകൾക്ക് അത്യാവശ്യം വേണ്ട ഫെസിലിറ്റികൾ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. വെയിറ്റിംഗ് റൂം വിത്ത് ബെഞ്ചസ് ഓർ ചെയർസ്, വാട്ടർ, റിഫ്രഷ്മെന്റ് ഫെസിലിറ്റി ഇൻ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ വെയിറ്റിംഗ് റൂം ഉണ്ടായിരിക്കണം, അവിടെ അത്യാവശ്യം ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം, വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവർക്ക് വേണ്ട റിഫ്രഷ്മെന്റ് ഫെസിലിറ്റീസുകൾ അല്ലെ, അങ്ങനെയുള്ളതെല്ലാം തന്നെ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. നല്ല അത്യാവശ്യം ഫിസിക്കൽ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിൽ പോകാനല്ലേ ആളുകൾ ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് നമുക്ക് എന്താ പറയാ ഒട്ടും സൗകര്യം ഇല്ലാത്ത ഒരു ഹോസ്പിറ്റലില് പോകാൻ ഇതൊന്നും ആരും ഇഷ്ടപ്പെടുന്നില്ല അല്ലെ. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഹോസ്പിറ്റലിൽ പോകാൻ തന്നെയാണ് ആളുകൾ ഇപ്പോ ഇഷ്ടപ്പെടുന്നത്. പിന്നെന്താണ്? മേക്കിംഗ് അതേഴ്സ് ഹാപ്പി, വൺ മസ്റ്റ് ബി ഹാപ്പി ഹിംസെൽഫ്. Good morale of workers not only improves efficiency, but workers with high morale work in a positive manner with one another and also with the patients in the community. അതൊരു പോയിന്റ് അല്ലാതെ, അതായത് നമ്മളിപ്പോ മറ്റൊരാൾക്കാരെ സന്തോഷിപ്പിക്കണേ നമ്മൾ സ്വയം സന്തോഷിച്ചിരിക്കും അല്ലെ. നമ്മളെപ്പോഴും ഹാപ്പി ആണെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ ഹാപ്പി ആക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെ പ്രിൻസിപ്പിൾ. അതായത് ഇപ്പൊ ഏറ്റവും നല്ല മൊറാലെ, ദാറ്റ് മീൻസ് നല്ല കോൺഫിഡന്റ് ആയിട്ട് നല്ല എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അവര് ആ ഒരു ഓർഗനൈസേഷന്റെ എഫിഷ്യൻസിനെ വർദ്ധിപ്പിക്കുക മാത്രമല്ല, അവര് മറ്റുള്ള കൊളീഗ്സുമായിട്ട് ഏറ്റവും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അവര് എന്ത് ചെയ്യുന്നുണ്ടാവാം, പ്രവർത്തിക്കുന്നുണ്ടാവാം. ഓക്കെ, മനസ്സിലായല്ലോ? അതായത് നമ്മള് ഓരോ സ്റ്റാഫുകളും ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന, നല്ല കോൺഫിഡന്റ് ആയിട്ട് അല്ലെ, നല്ല സിൻസിയർ ആയിട്ട് പ്രവർത്തിക്കുന്ന വർക്കേഴ്സ് ആണെങ്കിൽ അവര് അവിടുത്തെ മറ്റുള്ള കൊളീഗ്സുമായിട്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അവര് എന്ത് ചെയ്യുന്നുണ്ടാവും, പ്രവർത്തിക്കും. സ്വാഭാവികമായിട്ടും അതെന്തായിരിക്കും, നമ്മുടെ ആ ഒരു ഓർഗനൈസേഷൻ എഫിഷ്യൻസിനെ അത് വർദ്ധിപ്പിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ. പിന്നെന്താണ്? ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി വിത്ത് ഇഫക്റ്റീവ് കോർഡിനേഷൻ എമംഗ് all clinical departments and other supportive services arise from good administration, organization structure, policies, procedures, and authority and responsibility should be clearly understood by each staff. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കോർഡിനേഷനിലൂടെ, നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ധാരാളം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. സപ്പോർട്ടിംഗ് സർവീസുകളുണ്ട്, മെഡിക്കൽ സേവനങ്ങളുണ്ട്, എമർജൻസി മെഡിക്കൽ സർവീസ് എല്ലാം ഉണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ സേവനങ്ങളെയും അല്ലെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വേണം അവിടെ എന്ത് ചെയ്യാനായിട്ട്, പ്രവർത്തിക്കാനായിട്ട്. അങ്ങനെയുള്ളൊരു പ്രവർത്തനം എങ്ങനെയാണ് സാധ്യമാകുന്നത്, ഏത് രീതിയിലാണ് സാധ്യമാകുന്ന ഒരു പ്രവർത്തനം? ദാറ്റ് ഈസ് അറൈസ് ഫ്രം ദ ഗുഡ് അഡ്മിനിസ്ട്രേഷൻ. ഒന്ന് നല്ല അഡ്മിനിസ്ട്രേഷനിലൂടെ അല്ലെ. ഒരു ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷൻ നല്ല സ്ട്രോങ് ആണ്, നല്ല സ്റ്റേബിൾ ആണ്, എഫിഷ്യന്റ് ആണെങ്കിൽ ആ ഹോസ്പിറ്റലില് നല്ല പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും അല്ലെ. ഒന്ന് നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം അല്ലെ. അതുപോലെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, നല്ലൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആയിരിക്കണം. എന്ന് വെച്ചാൽ അത്യാവശ്യം എന്താണ്, സ്റ്റാഫുകൾ ആവശ്യത്തിനുള്ള സ്കിൽഡ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള സ്റ്റാഫുകളൊക്കെ ഉൾപ്പെടുന്ന നല്ലൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിലൂടെ. പിന്നെ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, അതുപോലെ നമ്മളൊരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ എന്ത് വേണം, പോളിസികള്, പ്രൊസീജിയറുകൾ. തോന്നിയ രീതിയിൽ പോകാൻ പറ്റില്ല. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള നയങ്ങളും നടപടിക്രമങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ആൻഡ് അതുപോലെ അതോറിറ്റി മീൻസ് അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ് കേട്ടോ. അതോടൊപ്പം എന്തുകൂടെ വേണം, റെസ്പോൺസിബിലിറ്റി ഷുഡ് ബി ക്ലിയർലി അണ്ടർസ്റ്റുഡ് ബൈ ഈച്ച് സ്റ്റാഫ്. അവിടെ പ്രവർത്തിക്കുന്ന ഓരോ സ്റ്റാഫുകളും അവരവരുടെ റെസ്പോൺസിബിലിറ്റിയെ പറ്റി അവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നതിൽ കൂടെ മാത്രമേ നമുക്ക് നല്ല എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മനസ്സിലായല്ലോ? അതായത് ഒരു ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കോർഡിനേറ്റ് ചെയ്ത് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ
എന്തൊക്കെ ഉണ്ടായിരിക്കണം, നല്ല അഡ്മിനിസ്ട്രേഷൻ അവിടെ ഉണ്ടായിരിക്കണം, നല്ലൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടായിരിക്കണം, അതുപോലെ പോളിസികളും പ്രൊസീജിയറുകളും ഉണ്ടായിരിക്കണം. പിന്നെ എന്ത് വേണം, അവിടെ പ്രവർത്തിക്കുന്ന ഓരോ സ്റ്റാഫുകളും അവരുടെ റെസ്പോൺസിബിലിറ്റിയെ പറ്റിയിട്ട് അവർക്ക് ഉത്തമ ബോധ്യം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു രീതിയിൽ ഓപ്പറേഷൻ നടത്താനായിട്ട് സാധിക്കുള്ളൂ. നല്ലൊരു ഓപ്പറേഷൻ നടന്നെങ്കിൽ മാത്രമേ നല്ലൊരു പബ്ലിക് റിലേഷൻ നമുക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ക്ലിയർ ആയോ പറഞ്ഞ കാര്യങ്ങള്? കൺസെപ്റ്റ് കിട്ടിയോ നിങ്ങൾക്ക്? ഓർമ്മിക്കുന്നുണ്ടാവും അല്ലെ? ഇങ്ങനെയൊക്കെയാണ് ഈ ചാപ്റ്ററുകളുടെ നേച്ചർ ആ രീതിയിലാണ് കേട്ടോ. ഓർമ്മിക്കുന്നുണ്ടാവും. അപ്പൊ അതോടുകൂടി നമ്മുടെ ഓപ്പറേറ്റീവ് മെത്തേഡ് അവസാനിക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ആണ് കേട്ടോ. 2 മെത്തേഡുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ, ഓപ്പറേറ്റീവ് മെത്തേഡ് എന്താണ്, ഓപ്പറേറ്റീവ് മെത്തേഡുകളിലെ കമ്പോണന്റുകൾ എന്തൊക്കെയാണ്. 3 പോയിന്റുകളില്ലേ, ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ, അതുപോലെ ക്ലീൻ എൻവയോൺമെന്റ് ആൻഡ് ക്ലിയർ അപ്പിയറൻസ് ഓഫ് ദ വർക്കേഴ്സ്, അങ്ങനെയൊക്കെയുള്ള പോയിന്റ് ഇല്ലേ. അതുപോലെ ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതൊക്കെ ഓപ്പറേറ്റീവ് മെത്തേഡിനകത്ത് വരുന്ന കമ്പോണന്റ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ആണ്. നല്ല കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ലേ? എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്നത്. എന്തൊക്കെ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താം? ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ടു മേക്ക് അവൈലബിൾ സ്യൂട്ടബിൾ ഇൻഫർമേഷൻ ടു ദ പേഷ്യൻസ്, ദെയർ റിലേറ്റീവ്സ് ആൻഡ് വിസിറ്റേഴ്സ്. അതായത് ഒരു ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, മറ്റുള്ള വിസിറ്റേഴ്സ് ആയിക്കോട്ടെ, അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വിവരങ്ങൾ എത്രയും പെട്ടെന്ന് അവർക്ക് ലഭ്യമാക്കുക. അതും ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലേ? ആ ഏത് രീതിയിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നല്ല പ്രോപ്പർ ആയിട്ട് ഇൻഫർമേഷൻ കൊടുക്കുക അല്ലെ? അതൊക്കെ നല്ലൊരു കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ്. അവരെന്താണോ, ഇപ്പൊ പേഷ്യൻസ് ആയിക്കോട്ടെ, അവരുടെ റിലേറ്റീവ്സോ വിസിറ്റേഴ്സോ ആരെങ്കിലും ആവട്ടെ, അവര് വരുമ്പോ അവര് ചോദിക്കുന്ന കാര്യങ്ങൾക്ക്, അവരുടെ അന്വേഷണങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളത് നല്ലൊരു കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ് അല്ലെ? ഓക്കെ, അതാണ് പറയുന്നത്, ടു മേക്ക് അവൈലബിൾ സ്യൂട്ടബിൾ ഇൻഫർമേഷൻ ടു ദ പേഷ്യൻസ് ആൻഡ് റിലേറ്റീവ്സ് ആൻഡ് വിസിറ്റേഴ്സ്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, എ പ്രൊവിഷൻ ടു ലിസൺ ടു ഓറൽ കംപ്ലൈന്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് കമ്പലിംഗ് ഓൺ റിട്ടേൺ വൺ. അതായത് രേഖാമൂലമുള്ള പരാതികൾ നിർബന്ധമാക്കാതെ വാക്കാലുള്ള പരാതികളും കേൾക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടായിരിക്കണം. അതും നല്ല കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ് അല്ലെ? രേഖാമൂലമുള്ള പരാതികള് എന്താണ് നിർബന്ധമാക്കാണ്ട് വാക്കാലുള്ള പരാതികൾ. ഇപ്പൊ ആലോചിച്ച് നോക്കിയേ, ഒരു ഹോസ്പിറ്റലിൽ വരുന്ന പല പല ആൾക്കാരുണ്ട്. ചില ആളുകൾ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും അല്ലെ? വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവില്ല, എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല. അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെ അറിയിക്കും? അങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ നമ്മൾ പറയുന്നത് നിങ്ങളൊരു റിട്ടേൺ ഫോം തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എഴുതി തരാൻ പറഞ്ഞു അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെയുള്ളവരെ കൂടെയൊക്കെ പരിഗണിച്ചുകൊണ്ട് എന്ത് വേണം, വാക്കാലുള്ള പരാതികളും കൂടെ കേൾക്കാനുള്ള ഒരു വ്യവസ്ഥ. അത് നല്ലൊരു കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ്. എവിടെ ഉണ്ടായിരിക്കണം? ഹോസ്പിറ്റലില് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ പരിഗണിക്കണം. എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കപ്പെടണം അല്ലെ? അതാണ് അവിടെ അവരുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ എന്താണ്, സ്വിച്ച് റിപ്ലൈ ടു ക്വസ്റ്റ്യൻസ്. അതുപോലെ വരുന്ന ക്വസ്റ്റ്യൻസുകൾക്ക്, വരുന്ന ചോദ്യങ്ങൾക്ക്, അന്വേഷണങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മറുപടികൾ കൊടുക്കുക. ഓക്കെ, പിന്നെ എന്താണ്, പ്രൊവിഷൻ ഓഫ് സജക്ഷൻ ബോക്സ് അറ്റ് എ സ്യൂട്ടബിൾ പ്ലേസ്. അനുയോജ്യമായിട്ടുള്ള സ്ഥലത്ത് സജക്ഷൻ ബോക്സുകൾ സ്ഥാപിക്കുക. കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ. അപ്പൊ സജക്ഷൻ ബോക്സ് വെക്കുമ്പോൾ അതും ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. നമുക്ക് ചിലപ്പോൾ നേരിട്ട് പോയി പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ, നമ്മുടെ പേര് വെളിപ്പെടുത്താനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എഴുതി അറിയിക്കാം. സജക്ഷൻ ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അതും നമ്മൾ എന്താണ്, ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ നടക്കുന്നത് അല്ലെ? ഓക്കെ, പിന്നെന്താണ്, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ഫിലിം ഷോസ്, എക്സിബിഷൻസ് ആൻഡ് ഹോസ്പിറ്റൽ ബ്രോഷർ എന്നാണ് കേട്ടോ. അല്ല, ബ്രോഷർ എന്നാണ് കേട്ടോ. BROCHURE. ഓക്കെ, ബ്രോഷർ കേട്ടോ. ഓക്കെ, BROCHURE ആണ് കേട്ടോ. ഹോസ്പിറ്റൽ ബ്രോഷർ അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഹോസ്പിറ്റൽ ബ്രോഷർ ആർ ടു ബി എക്സിബിറ്റഡ്. അതായത് കമ്മ്യൂണിക്കേഷന് ഇപ്പോഴത്തെ എന്താണ്, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസ് ധാരാളം ഉണ്ട് അല്ലെ? TV, റേഡിയോ അല്ലെ? അതുപോലെ തന്നെ എന്താ പറയാ, ഇതാണെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ട് അല്ലെ? ഓക്കെ, ഇപ്പൊ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ഫിലിം ഷോസുകള്, എക്സിബിഷൻസുകൾ കണ്ടക്ട് ചെയ്യാം. പിന്നെ ഹോസ്പിറ്റൽ ബ്രോഷർ അല്ലെ? ഹോസ്പിറ്റൽ ബ്രോഷറിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? ഇങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, എന്താ പറയുക, ഒരു ബ്രോഷർ തരും അല്ലെ? ഒരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ അല്ല,
ഹോട്ടലിന്റെ കാര്യം പറഞ്ഞത്. അതായത് ഇപ്പൊ ഒരു ഹോട്ടലിനെ പറ്റി അതിന്റെ പേര്, അവിടെ എന്തൊക്കെ സേവനങ്ങളുണ്ട്, എന്തൊക്കെ ഫെസിലിറ്റികൾ ഉണ്ട് എന്നൊക്കെ ഒരു ചെറിയൊരു കാർഡ് പോലെ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ബ്രോഷർ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള ഹോസ്പിറ്റൽ ബ്രോഷറുകളൊക്കെ എക്സിബിറ്റ് ചെയ്യുക. അപ്പൊ അതും എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ പബ്ലിക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഈ പറയുന്ന സംഭവങ്ങളിലൂടെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ഫിലിം ഷോസുകൾ, എക്സിബിഷൻസുകൾ നടത്തുക, ഹോസ്പിറ്റൽ ബ്രോഷറുകൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ആ ഒരു രീതിയിൽ ഹോസ്പിറ്റൽ ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്? പബ്ലിക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് എന്താണ്? ദി സ്കൂൾ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, ഹൗസ് വൈഫ്സ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് വിമൻസ് ഓർഗനൈസേഷൻ ആൻഡ് റിലീജിയസ് ലീഡേഴ്സ് ക്യാൻ കണ്ടക്ട് ഹോസ്പിറ്റൽ ടൂർസ്. അതായത് ഹോസ്പിറ്റൽ ടൂറുകളാണ് ഉദ്ദേശിക്കുന്നത്. അതിപ്പോ സ്കൂൾ ടീച്ചർമാർക്കോ സ്റ്റുഡൻസിനോ റെസിഡൻഷ്യൽ ഏരിയയിലെ ആളുകളോ അല്ലെങ്കിൽ വിമൻസ് ഓർഗനൈസേഷനോ റിലീജിയസ് ലീഡേഴ്സോ അവർക്കൊക്കെ എന്ത് ചെയ്യാം? ഹോസ്പിറ്റൽ ടൂറുകൾ കണ്ടക്ട് ചെയ്യാം. എന്നുവെച്ചാൽ ടൂർ എന്ന് പറയുമ്പോ ആ ടൂറിന്റെ ഒരു ഇതല്ല ഉദ്ദേശിക്കുന്ന ഹോസ്പിറ്റൽ വിസിറ്റുകൾ നടത്താം. അപ്പൊ എന്താണ് ഈ പറയുന്ന പബ്ലിക്കിന് നേരിട്ട് ഹോസ്പിറ്റലുമായിട്ട് നേരിട്ട് ഒരു എന്താ പറയുക കോണ്ടാക്ട് ചെയ്യാനുള്ള, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരത്തിലൂടെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് to hold an annual hospital day or open day house where the public can be shown every aspect of the hospital operation that include some of the highly technical functions. അതുകൂടാതെ ഹോസ്പിറ്റലിൽ ഇപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ആളുകൾക്ക് ഹോസ്പിറ്റലിലോട്ട് കയറി ചെല്ലാം, ഹോസ്പിറ്റലിന് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരാം, അല്ലെ? എങ്ങനെയൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇപ്പൊ ടൂർ ഹോസ്പിറ്റൽ ടൂർ എന്ന് പറഞ്ഞു. അപ്പൊ ഹോസ്പിറ്റലിലോട്ട് നമ്മളൊരു വിസിറ്റ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ പബ്ലിക്ക് നേരിട്ട് ഹോസ്പിറ്റലായിട്ട് പോയി അവർക്ക് അവിടുത്തെ കാര്യങ്ങൾ നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യാം? പബ്ലിക്കിനെ എന്താണ് പബ്ലിക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർക്ക് എന്തൊക്കെ ചെയ്യാം? ആനുവൽ ഹോസ്പിറ്റൽ ഡേ, അല്ലെ? ഇപ്പൊ ഹോസ്പിറ്റൽ ആനുവൽ ഡേ സെലിബ്രേറ്റ് ചെയ്യാം. ഓപ്പൺ ഡേ ഹൗസ്, ഓപ്പൺ ഡേ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പബ്ലിക്കിന് ഹോസ്പിറ്റലിലോട്ട് വരാനുള്ളൊരു അവസരമാണ് ഓപ്പൺ ഡേ ഹൗസുകൾ കണ്ടക്ട് ചെയ്യുക. എന്തെങ്കിലും ഒരു ക്യാമ്പയിനിങ്ങിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഡേകളൊക്കെ വരുന്നത്, ബ്ലഡ് ഡൊണേഷൻ ഡേയോ അല്ലെങ്കിൽ ഡയറ്ററ്റിക് ഡേയോ അങ്ങനെയൊക്കെ വരുന്ന ദിവസങ്ങളിൽ ഒരു ഓപ്പൺ ഡേ ഹൗസ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ പബ്ലിക് അവിടേക്ക് വരും, ഹോസ്പിറ്റലിലോട്ട് വരും, അല്ലെ? അങ്ങനെ പബ്ലിക് ക്യാൻ ഷോൺ എവറി ആസ്പെക്ട് എന്നിട്ട് ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാവിധ ടെക്നിക്കൽ ഫങ്ഷൻസ് ഉൾപ്പെടെ ആ ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പറ്റിയിട്ടും ജനങ്ങൾക്ക്, പബ്ലിക്കിന് നേരിട്ട് കാണുന്നതിനുള്ള അവസരമാണ് ഓപ്പൺ ഡേ ഹൗസിലൂടെയും ആനുവൽ ഡേയിലൂടെയൊക്കെ ലഭിക്കുന്നത് കേട്ടോ. പിന്നെ എന്താണ്? യൂസിങ് മാസ് മീഡിയ ദാറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ ടു ഇംപ്രൂവ് ദ പബ്ലിക് റിലേഷൻ. അത് നമുക്കറിയാലോ. അതായത് മാസ് മീഡിയാസ് യൂസ് ചെയ്യുക, ടി വി, റേഡിയോസ്, ന്യൂസ് പേപ്പേഴ്സ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, അങ്ങനെയുള്ള മാസ് മീഡിയാസ് ഉപയോഗിക്കുകയാണെങ്കിലും നമുക്ക് പബ്ലിക് റിലേഷൻ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും നമ്മൾ പറഞ്ഞത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്, എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഏതൊക്കെ രീതികളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെ? അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഒരു ഭാഷ കൈകാര്യം ചെയ്യാനുള്ള അറിവ് മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഓരോ സിറ്റുവേഷനിൽ ആളുകളെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പെർസ്പെക്ടീവ്സ് മനസ്സിലാക്കിക്കൊണ്ട് ഏത് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുക, ആൾക്കാരുടെ പരാതികൾ കേൾക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാവാം, സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് സഫിഷ്യന്റ് ബോക്സുകൾ സ്ഥാപിക്കുക, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസ് ഉപയോഗിക്കുക, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ടൂറുകള്, എക്സിബിഷൻസ്, ഹോസ്പിറ്റൽ ബ്രോഷർ, ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അവിടെ നടക്കുന്നത്, അല്ലെ? അതുപോലെ തന്നെ മാസ് മീഡിയാസും ഉപയോഗപ്പെടുത്തുക. ക്ലിയർ ആയോ പറഞ്ഞത്? കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ അല്ലേ? അടുത്തത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ്. ഇനി ഞാൻ കാര്യം പറഞ്ഞത്, നമ്മൾ ഈ പറഞ്ഞ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് ഇത്രയും പോയിന്റുകൾ നിങ്ങൾക്ക് ക്ലിയർ അല്ല? ഈ പോയിന്റുകൾ തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഓരോ ബോക്സുകളിലായിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ പോയിന്റുകളിൽ നമ്മളിപ്പോ പറഞ്ഞ ഈ പോയിന്റുകളില്ലേ, അത് തന്നെയാണ് അവിടെ ബോക്സിലാക്കി കൊടുത്തിരിക്കുന്നത്. വേറെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതിലില്ല. അപ്പൊ നമ്മള് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രത്യേകം പറയും, അതൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെച്ച് വായിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്താണ്? നമ്മളിപ്പോ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ഒരു ഡെഫിനിഷൻ എന്ന് നമ്മൾ പറഞ്ഞില്ല. എന്തൊക്കെയാണ് മെത്തേഡ് എന്ന് കണ്ടു. ഇനി കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിന്റെ ഒരു ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എന്താണ്? ദീസ് മെത്തേഡ്സ് എംപ്ലോയ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഓൾ പോസിബിൾ ഫോംസ് ടു എനേബിൾ ദ ഹോസ്പിറ്റൽ ടു കൺവേ ഇറ്റ്സ് മെസ്സേജ് ടു ദ പബ്ലിക്. എന്താണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് മീൻസ് employ means of communication in all possible forms to enable the hospital to convey its message to the public. അതായത്
ഒരു ഹോസ്പിറ്റലിന് അവരുടെ മെസ്സേജസ്, അവരുടെ സന്ദേശങ്ങള് പബ്ലിക്കിലേക്ക് എത്തിക്കുന്നതിനായിട്ട് സാധ്യമായിട്ടുള്ള എല്ലാ ആശയവിനിമയ മാർഗങ്ങളും ഉപയോഗിക്കുന്ന രീതി. ദാറ്റ് ഈസ് കോൾഡ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്. എന്താണ് പറഞ്ഞത്? ഒരു ഹോസ്പിറ്റലിന് അവരുടെ മെസ്സേജസ് പബ്ലിക്കിലോട്ട് കൺവേ ചെയ്യണം അല്ലെ, പബ്ലിക്കിലോട്ട് എത്തിക്കുന്നതിനായിട്ട് സാധ്യമായ എല്ലാ ആശയവിനിമയ മാർഗങ്ങളും ഉപയോഗപ്പെടുത്തുന്ന രീതി, അതിനെയാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. ശരിയല്ലേ? എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്തൊക്കെ സാധ്യമായിട്ടുള്ള എല്ലാ മെത്തേഡും ഇപ്പൊ നമ്മൾ പറഞ്ഞ സജഷൻ ബോക്സുകള്, അല്ലെങ്കിൽ ഓപ്പൺ ഹൗസുകള്, ആനുവൽ ഡേ അല്ലെ, അതുപോലെ എന്താ പറയാ ഓറൽ കംപ്ലൈന്റ്സുകള്, പിന്നെ മാസ് മീഡിയാസ്, ഇതൊക്കെ എന്താണ് പല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മാർഗങ്ങളാണ് അല്ലെ. ഇതൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Some of these are also intermixed with the intramural functions of the hospital and the operating method. Okay. അപ്പൊ ഇവിടെ intramural എന്ന് പറഞ്ഞാൽ എന്താണ്? intramural എന്ന് പറയുമ്പോൾ ഇൻട്രാ എന്ന വാക്ക് മെഡിക്കൽ ടെർമിനോളജി തന്നെ പറഞ്ഞിരുന്നു, വിത്ത് ഇൻട്രാ എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. intramural function എന്ന് പറഞ്ഞാൽ എന്താണ്? ഫങ്ഷൻസ് ദാറ്റ് എന്താണ് വിത്തിൻ ദ ഓർഗനൈസേഷൻ, അല്ലെ ഓർഗനൈസേഷൻ അകത്ത് നടക്കുന്ന ഫങ്ഷൻസ്, അതിനെയാണ് നമ്മൾ ഇൻട്രാമ്യൂറൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് പലപ്പോഴും ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസും ഓപ്പറേറ്റീവ് മെത്തേഡുമായിട്ട് കണക്റ്റഡ് ആണ്, ഇന്റർമിക്സ് ചെയ്താണ് കാണപ്പെടുന്നത്. എന്ന് വെച്ചാൽ വേറൊന്നും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് മാത്രം പോരാ, ഓപ്പറേറ്റീവ് മെത്തേഡും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പബ്ലിക് റിലേഷൻ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇൻട്രാമ്യൂറൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് എക്സ്ട്രാമ്യൂറൽ ആയിട്ടുണ്ട് അല്ലെ. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിന്റെ സ്റ്റാഫുകൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതുകൂടാതെ സ്റ്റാഫുകൾക്ക് പുറത്ത് പേഷ്യൻസുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഈ രണ്ട് മെത്തേഡുകളും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി അതർ ഡീൽസ് വിത്ത് മീഡിയ, മറ്റുള്ള കമ്മ്യൂണിക്കേഷൻ ഏതിലൂടെയാണ് നടക്കുന്നത്? മീഡിയാസ് വഴിയായിട്ടാണ് നടക്കുന്നത്. നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതുകൂടാതെ മീഡിയാസ് വഴിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ഉണ്ട്. ഓക്കെ, അപ്പൊ ഓപ്പറേറ്റീവ് മെത്തേഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ ആണോ? ഇത്രയും താങ്കൾ ക്ലിയർ ആണോ? നമുക്കിനി ഓരോ ബോക്സുകൾ ഒന്ന് ജസ്റ്റ് വായിച്ചു പോവാട്ടോ. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്, വേറെ ഒന്നുമില്ല, വേറെ പോയിന്റ് എന്ന് പറയാൻ വേറെ ഒന്നുമില്ല. നോക്കാം, കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് വേസ്. ഇനി ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് നമുക്ക് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം, ഇങ്ങനെയൊക്കെ ഏതൊക്കെ സിറ്റുവേഷൻ എങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഒന്നാമത്തെ നമ്മൾ അവിടെ പറഞ്ഞ പോയിന്റ് ആണ് പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ ടു ദ പേഷ്യൻസ്, their relatives and visitors കേട്ടോ. അതായത് ആ ഒരു ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് ആയിക്കോട്ടെ, മറ്റ് റിലേറ്റീവ്സ് ആയിക്കോട്ടെ, വിസിറ്റേഴ്സ് ആയിക്കോട്ടെ, അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ എങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലാണെന്നാണ് അവർ പറയുന്നത്. ഒന്ന്, അറ്റ് എൻക്വയറി ആൻഡ് രജിസ്ട്രേഷൻ. എൻക്വയറിയിൽ വരുന്ന സമയത്ത്, രജിസ്ട്രേഷൻ സമയത്ത്, അപ്പോഴാണ് അവർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടത് അല്ലെ. രജിസ്റ്റർ ചെയ്യാൻ വരുന്ന സമയത്ത്, അതുപോലെ മറ്റൊരു എൻക്വയറിയിലോട്ടൊക്കെ വരുന്നത് പല കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചാണ് അവർ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ഇൻഫർമേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഓൺ പേഷ്യൻസ് ഡിസ്ചാർജ് റിഗാർഡിംഗ് ഹിസ് ഓർ ഹെർ ഹെൽത്ത് സ്റ്റാറ്റസ് ആൻഡ് ഫോളോ അപ്പ്. പിന്നെ മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് പൊതുവെ പേഷ്യന്റിന്റെ ഡിസ്ചാർജ് ആണ് അല്ലെ. ഒരു പേഷ്യന്റിന്റെ ഡിസ്ചാർജ് സമയത്ത് അവർക്ക് ഒരു പക്ഷെ അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസിനെ പറ്റി, ഇനി ചിലപ്പോൾ ഫോളോ അപ്പിന് വരണം എന്നതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ അവർക്ക് അന്വേഷിക്കാം. അപ്പോഴൊക്കെ സ്യൂട്ടബിൾ ഇൻഫർമേഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ ഡിസ്ചാർജ് ഇന്റർവ്യൂ വിത്ത് അറ്റൻഡിംഗ് ഫിസിഷ്യൻ ക്യാൻ സർവ് ദിസ് പർപ്പസ്. അപ്പോ എപ്പോഴും എന്താണ് അനുയോജ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആളുകൾക്ക് അത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ അതിലുള്ള ഇൻഫർമേഷൻ കൊടുക്കാൻ ഒരു ഡോക്ടർക്കേ സാധിക്കുള്ളൂ. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറോട് ചോദിക്കണം അല്ലെ. എന്നതുപോലെ ഡിസ്ചാർജ് ഇന്റർവ്യൂ വിത്ത് അറ്റൻഡിംഗ് ഫിസിഷ്യൻ ക്യാൻ സർവ് ദ പർപ്പസ്. ഇപ്പൊ അവരുടെ ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഡിസ്ചാർജ് സംബന്ധമായിട്ടുള്ള വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ അവരുടെ അറ്റൻഡിംഗ് ഫിസിഷ്യനുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം. കാരണം ഡോക്ടർക്കാണ് അതിനെ പറ്റി കൂടുതൽ നല്ല ഇൻഫർമേഷൻ, ശരിയായ ഇൻഫർമേഷൻ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ വേറൊന്നുമല്ല,
പേഷ്യൻസിന് അവർക്ക് ആവശ്യമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അനുയോജ്യമായിട്ടുള്ള വ്യക്തികള് അനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങള് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്തത് പറയുന്നത് an open house approach to the visitors without interfering in the routine medical care functions. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഓപ്പൺ ഡേ ഹൗസുകൾ കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ കണ്ടക്ട് ചെയ്യണം? ഓപ്പൺ ഡേ ഹൗസ് എങ്ങനെ കണ്ടക്ട് ചെയ്തത്? വിത്തൗട്ട് ഇന്റർഫിയറിംഗ് ഇൻ ദ റൂട്ടീൻ മെഡിക്കൽ കെയർ ഫംഗ്ഷൻ. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ വേണം ഓപ്പൺ ഡേ ഹൗസുകൾ കണ്ടക്ട് ചെയ്യാനായിട്ട്. ഓപ്പൺ ഡേ ഹൗസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, പബ്ലിക്കിന് ഹോസ്പിറ്റലിലോട്ട് വരാനുള്ള എന്തെങ്കിലും പ്രോഗ്രാമുകളും മറ്റും ഒക്കെ കണ്ടക്ട് ചെയ്യാം അല്ലെ. ആ രീതിയിൽ കണ്ടക്ട് ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾ ഹോസ്പിറ്റലിലോട്ട് വരും. പക്ഷെ ഒരിക്കലും ഒരു ഹോസ്പിറ്റലിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് തടസ്സം വരാത്ത രീതിയിൽ വേണം ഒരു അങ്ങനെയുള്ളൊരു ഓപ്പൺ ഡേ ഹൗസ് അപ്രോച്ച് ആണ് അവിടെ ഉപയോഗപ്പെടുത്തേണ്ടത്. ഓക്കെ, അതിൽ വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ലാർജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞ 3 മണി വരെ ക്ലാസ് കൊടുക്കും കേട്ടോ. എന്നിട്ട് മിസ് ലീവാണ്. സോ അരമണിക്കൂർ കൂടെ ഞാൻ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. മിസ് എന്തേ പോവാത്തെന്ന് വിചാരിക്കണ്ട, അരമണിക്കൂർ കൂടി ഇല്ല കേട്ടോ. ഓക്കെ, 3 മണിക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നോക്കാം, ലാർജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് to the patients cannot be avoided in our peculiar socio-cultural ethos. The queries of relatives and visitors can be satisfied if a doctor or a senior nurse conversant with the ward is made available in the ward during visiting hours for this purpose. ഇതിൽ വേറെ പോയിന്റുകളൊന്നും പഠിക്കാനില്ലാണ്ട് കുറെ കാര്യങ്ങൾ ഞാൻ വിളിച്ച് എഴുതിയിരുന്നത് മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലില് ഒരു നമ്മുടെ ബന്ധുക്കളാണെന്നിരിക്കട്ടെ, നമ്മൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലൊരു രീതിയാണ്, നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് മറ്റായിട്ട് അവരെ കാണാൻ പോകുന്നത് നമ്മുടെ ഒരു ചടങ്ങാണ്, നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് അല്ലെ. ശരിക്കും അത് നമ്മുടെ ഒരു കൾച്ചർ അങ്ങനെയാണ്. നമുക്ക് അതിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോ ഇവിടെ പറയണത് എന്താന്ന് വെച്ചാല് ഒരു ക്വറീസ് ഓഫ് റിലേറ്റീവ്സ് ആൻഡ് വിസിറ്റേഴ്സ് ദാറ്റ് ക്യാൻ ബി സാറ്റിസ്ഫൈഡ് if a doctor or a senior nurse conversant with the ward is made available in the ward. അതും during the visiting hours. അതായത് ഇപ്പോ രോഗിയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ചോദിച്ചുകൊണ്ട് അവരുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ക്ലയൻസോ അല്ലെങ്കിൽ വരുന്ന സമയത്ത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നതിന് ഒരു ഡോക്ടറെയോ അല്ലെങ്കിൽ ഒരു സീനിയർ നഴ്സിനെയോ ആ ഒരു വിസിറ്റിംഗ് അവേഴ്സിൽ അവൈലബിൾ ആക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാര്യം എന്താണ്, ആ പേഷ്യന്റിനെ പറ്റിയിട്ടുള്ള വിവരങ്ങള് ഏറ്റവും കറക്റ്റ് വിവരങ്ങൾ കൊടുക്കാൻ സാധിക്കുക അവരെ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് അല്ലെങ്കിൽ അവരെ പരിചരിക്കുന്ന നഴ്സിനാണ് അത് കൊടുക്കാൻ പറ്റുക അല്ലെ. അപ്പൊ വിസിറ്റിംഗ് അവേഴ്സ് സമയത്ത് അതെ സ്നേഹ അരമണിക്കൂർ 3 സെമസ്റ്റർ ലീവാണ്. അപ്പോ ഒരു 1.5 മണിക്കൂറാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് കേട്ടാ. 3 മണിയാകുമ്പോ വൈകിട്ട് ചെയ്യും. ഓക്കെ, അപ്പോ കാര്യം മനസ്സിലായോ? അങ്ങനെ വരുമ്പോ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു നഴ്സിനെയോ ആ ഒരു അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കാനായിട്ട് ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു സീനിയർ നഴ്സോ ആ വിസിറ്റിംഗ് അവേഴ്സിൽ അവൈലബിൾ ആകുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ കറക്റ്റ് ഇൻഫർമേഷൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അതും നല്ലൊരു കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ് അല്ലെ. പിന്നെ എന്താ പറയുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് റൗണ്ട്സ് ബൈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അറ്റ് ഡിഫറെന്റ് ലെവൽസ്. അതുപോലെ തന്നെ ഇടയ്ക്ക് ഡോക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞതുപോലെ അഡ്മിനിസ്ട്രേറ്റർമാർക്കും ഇടയ്ക്ക് ഒരു റൗണ്ട്സ് ഒക്കെ നടത്താം. കാര്യം അഡ്മിനിസ്ട്രേറ്റീവ് സംബന്ധമായിട്ട് പേഷ്യൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫീഡ്ബാക്കുകളോ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് അഡ്മിനിസ്ട്രേറ്റർമാർക്കും ഇടയ്ക്ക് ഒരു റൗണ്ട്സ് ഒക്കെ നടത്താവുന്നതാണ്. However, they should be as informal as possible. പക്ഷെ കഴിയാവുന്നിടത്തോളം പരമാവധി കാഷ്വൽ ആയിട്ട് തന്നെ ആളുകളുമായിട്ട് എന്ത് ചെയ്യണം, ഇടപെടണം. ഇൻഫോർമൽ ആയിട്ട്, കാഷ്വൽ ആയിട്ട്, ഭയങ്കര ഫോർമൽ ആയിട്ടൊന്നും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. എപ്പോഴും ഫോർമൽ ആയിട്ടൊന്നും ഒരിക്കലും അവരോട് പെരുമാറായിട്ട് കഴിയാവുന്നിടത്തോളം ഡോക്ടർ ആയിക്കോട്ടെ, നഴ്സ് ആയിക്കോട്ടെ, അഡ്മിനിസ്ട്രേറ്റർമാരായിക്കോട്ടെ, ആരുമാണെങ്കിലും വളരെ കാഷ്വൽ ആയിട്ട് തന്നെ ആളുകളോട് പെരുമാറാനായിട്ട് അല്ലെങ്കിൽ ഇടപെടാനായിട്ട് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ഇതൊക്കെ നല്ല കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ് കേട്ടോ. ഓക്കെ, അടുത്തത് എന്താണെന്ന് എന്തെങ്കിലും മനസ്സിലാവാമെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. വലിയ കാര്യങ്ങളൊന്നും അല്ല ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്, ഇതൊന്നും വലിയ പോയിന്റ് ഒന്നുമല്ല കേട്ടോ. അടുത്തത് സൈനേജ് ആൻഡ് നെയിം ബോർഡ്സ് കേട്ടോ. സൈനേജ് ആൻഡ് നെയിം ബോർഡ്സ്
കണ്ടിട്ടില്ലേ? ഇങ്ങനത്തെ സൈനേജ് നെയിം ബോർഡുകളൊക്കെ നിങ്ങൾ ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ടാവല്ലോ. അതും ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലേ? നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൂ അല്ലെ? നമുക്ക് ആ ബോർഡിലൂടെ ഹോസ്പിറ്റലിൽ ശരിക്കും പബ്ലിക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. നമുക്ക് ആ ഒരു ബോർഡ് കണ്ടു കഴിഞ്ഞാൽ ആരോടും ചോദിക്കണ്ട അല്ലെ? നമുക്ക് അവിടെ പോകുമ്പോൾ അറിയാൻ പറ്റാം ഹോസ്പിറ്റലിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകള്. എന്താണ് അഞ്ജലി? ഹോസ്പിറ്റലിൽ പോണോ? അപ്പൊ എന്താ അഞ്ജലിക്ക് ഹോസ്പിറ്റലിൽ പോണോ? എന്തൊക്കെ എന്തെങ്കിലും വയ്യായാണോ? അസുഖം വല്ലതും ഉണ്ടോ? പനിയാണോ? ആ ഓക്കെ ഓക്കെ. പനിയാണെങ്കിൽ വെച്ചോണ്ടിരിക്കണ്ട, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി കണ്ടോ. ചിലപ്പോ പല ടൈപ്പ് പനികളുണ്ട്, വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് തന്നെ ഡോക്ടറെ കണ്ടു കേട്ടോ. ഓക്കെ, എന്നാ പോയി അഞ്ജലി, കുഴപ്പമില്ല കേട്ടോ. ക്ലാസ് ഒക്കെ മിസ് ആവുന്നത് റെക്കോർഡ് ക്ലാസ് കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ നോക്കുക സൈനേജ് ആൻഡ് നെയിം ബോക്സ്. അപ്പൊ ഇത്തരം സൈനേജ് ബോർഡുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നോക്കാം എന്താണ് ഈ സൈനേജ് ബോർഡുകളുടെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് അറിയാമോ? ഇറ്റ് ഈസ് ഈസി ടു ഫോളോ ദ സൈനേജ് ആൻഡ് ബോർഡ്സ് അല്ലെ? നമുക്ക് ഇത്തരം സൈനേജ് ബോർഡുകൾ ഫോളോ ചെയ്യാൻ ഭയങ്കര എളുപ്പമല്ലേ? ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് വായിച്ച് എവിടെയൊക്കെയാണ്, ഏത് ഡിപ്പാർട്ട്മെന്റ്, അതൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അല്ലെ? സോ ഫ്ലോർ പ്ലാൻസ് ഡിസ്പ്ലേഡ് അറ്റ് സ്ട്രാറ്റജിക് പ്ലേസസ്. ഫ്ലോർ പ്ലാൻ എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള സൈനേജ് ബോർഡുകളൊക്കെ എപ്പോഴും എന്താണ് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വേണം വെക്കാൻ. എന്ന് വെച്ചാൽ എന്താ പറയാ, തന്ത്രപ്രധാനമായ സ്ഥലം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഏറ്റവും വിസിബിലിറ്റി കിട്ടുന്ന സ്ഥലങ്ങളിൽ വേണം നമ്മൾ ഇത്തരത്തിലുള്ള നെയിം ബോർഡുകൾ സ്ഥാപിക്കാനായിട്ട്. എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിലോട്ട് വരുമ്പോൾ ഏതെങ്കിലും മുക്കിലോ മൂലക്കിലോ കൊണ്ട് ഈ സൈനേജ് ബോർഡ് വെച്ചിട്ട് കാര്യമില്ല അല്ലെ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് ആദ്യം ആളുകൾ വരുന്നത്. സ്വാഭാവികമായിട്ട് അവിടെ ആയിരിക്കും സൈനേജ് ബോർഡുകൾ, കാരണം കൂടുതൽ ആളുകളും എൻട്രൻസ് ചെയ്യുന്നത് അവര് വരുന്ന സ്ഥലം എവിടെയാണോ അവിടെയൊക്കെ വെക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള സ്ട്രാറ്റജിക് പ്ലേസസിൽ വേണം ഇത്തരത്തിലുള്ള സൈനേജ് ബോർഡുകൾ സ്ഥാപിക്കാനായിട്ട്. പിന്നെന്താണ്? ഓൾ റൂംസ് ഷുഡ് ബി നമ്പർഡ്. അതുപോലെ ഹോസ്പിറ്റലിലെ എല്ലാ റൂമുകളും എന്ത് ചെയ്തിരിക്കണം? നമ്പർ ചെയ്തിരിക്കണം. ഓക്കെ, നമ്പർ ചെയ്യാറുണ്ടല്ലോ, നമ്പർ ചെയ്തിരിക്കണം. പേഷ്യന്റ് ഇൻഫർമേഷൻ ബ്രോഷർ ആൻഡ് വിസിറ്റർ ഗൈഡ്. അതുപോലെ പേഷ്യന്റ്, അവിടെയുള്ള പേഷ്യൻസിന്റെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ബ്രോഷർ അവിടെ ഉണ്ടായിരിക്കണം, വിസിറ്റർ ഗൈഡും ഉണ്ടായിരിക്കണം. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു റൂമിലുള്ള ഒരു പേഷ്യന്റിനെ കാണാൻ പോകുമ്പോൾ നമ്മൾ ആ റൂം നമ്പർ ഒക്കെ നോക്കും. അവിടേക്ക് ചെല്ലുമ്പോൾ ആ ഒരു റൂമിനോടനുബന്ധിച്ചുള്ള നഴ്സിംഗ് സ്റ്റേഷനിൽ അവിടെയുള്ള റൂമുകളിൽ ഇതൊക്കെ പേഷ്യന്റ് ആണുള്ളത്, അവരുടെ പേരും അഡ്രസ്സുകളൊക്കെ അവിടെ ഉണ്ടാവും. അത് നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കണ്ടിട്ടില്ലേ നിങ്ങള്? അതുപോലെ പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ ബ്രോഷറും വിസിറ്റർ ഗൈഡും ഒക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ? ടെക്സ്റ്റിന് ബ്രോഷർ ഇല്ല, അന്ന് എഴുതി ചേർത്തോട്ടാ. നെക്സ്റ്റ് വരുന്നതാണ് കംപ്ലൈൻസ്. ഇതിപ്പോ ചാപ്റ്റർ കടന്നപ്പോ എന്തെങ്കിലും തോന്നിയോ നമുക്ക്? ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നിയോ? ചാപ്റ്ററുകളെ ഈ രീതിയിലായിരിക്കും കേട്ടാ. എക്സാം കഴിഞ്ഞതിന്റെ സ്കോർ എപ്പോഴാ അറിയാം? അതൊരു 2-3 ദിവസം എഴുതാൻ അറിയാം കേട്ടോ. ഓക്കെ, കംപ്ലൈൻസ്, കോംപ്ലിമെന്റ്സ് ആൻഡ് സജഷൻസ്. എന്താണ് അവിടെ പറയുന്നത്? എ പ്രൊവിഷൻ ടു ലിസൺ ടു ദ വെർബൽ കംപ്ലൈൻസ് ഇൻസ്റ്റെഡ് ഓഫ് ഇൻസിസ്റ്റിംഗ് ഓർ റിട്ടേൺ വൺസ് ഇമെയിൽസ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, രേഖാമൂലമുള്ള പരാതികളല്ല, വാക്കാലുള്ള പരാതികൾ കേൾക്കാനുള്ള വ്യവസ്ഥകള് ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് എന്താണ്, ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ വരുമ്പോൾ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നത് കേട്ടോ. അതുപോലെ തന്നെ പ്രൊവിഷൻ ഓഫ് എ സജക്ഷൻ ബോക്സ് അറ്റ് ആൻ അപ്രോപ്രിയേറ്റ് പ്ലേസ്. ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ സജക്ഷൻ ബോക്സുകൾ സ്ഥാപിക്കാം. ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഹോസ്പിറ്റൽ പബ്ലിക് ഇന്ററാക്ഷൻസ്. ഹോസ്പിറ്റലും പബ്ലിക്കും തമ്മിലുള്ള ഇന്ററാക്ഷൻസ് വരുന്ന സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അത് മാനേജ് ചെയ്യുന്നത് കേട്ടോ. ഹോസ്പിറ്റൽ ടൂർസ് ബൈ ഗ്രൂപ്സ് such as school teachers and students, members of various organizations, people representatives, religious leaders, etc. ഇതൊക്കെ എന്ത് നടത്താം? ഹോസ്പിറ്റൽ ടൂറുകൾ, അതായത് ഹോസ്പിറ്റൽ വിസിറ്റുകൾ നടത്താവുന്നതാണ്. ആർക്കൊക്കെ നടത്താം? ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഹോസ്പിറ്റൽ വിസിറ്റുകൾ നടത്താവുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത്തരം ഹോസ്പിറ്റൽ വിസിറ്റ് വരുന്ന സമയത്ത് ഹോസ്പിറ്റലിന് പബ്ലിക്കായിട്ട് ഒരു നേരിട്ടൊരു ഇന്ററാക്ഷൻ വരുന്നില്ലേ? ഡയറക്റ്റ് ഇന്ററാക്ഷൻസ് വരുന്നുണ്ട് അല്ലെ? ഓക്കെ, ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ ഹെൽത്ത് ഫെയർസ്, എക്സിബിഷൻസ്, സ്പെഷ്യൽ ക്ലിനിക്സ്, ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാംസ്, മെഡിക്കൽ ഇൻഷുറൻസ് പ്രോഗ്രാംസ്, വെക്കേഷൻ വോളണ്ടിയർ പ്രോഗ്രാംസ്, ഓർഗനൈസ് കരിയർ ഡേ, എക്സെട്ര. എന്താണ് സ്നേഹ? സം സെന്റൻസ് ആർ മിസ്സിംഗ്.
ആണോ? മിസ്സിംഗ് ആണോ നിങ്ങൾ ടെക്സ്റ്റില്? ആണോ? ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യും, നമ്മൾ സ്ക്രീനിൽ നോക്ക് നിങ്ങൾ കേട്ടോ. എന്നിട്ട് ഇല്ലാത്ത ഇതില് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും വരാനില്ല, പക്ഷെ എങ്കിലും നിങ്ങളുടെ ടെക്സ്റ്റിൽ മിസ്സിംഗ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു നിങ്ങൾ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ, അപ്പൊ ആ മിസ്സായിട്ടുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ എഴുതിയെടുത്തോളൂ കേട്ടോ. ഫിഫ്ത്ത് ഫസ്റ്റ് ഇല്ല അല്ലെ? ഓക്കെ. കുഴപ്പമില്ല, എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കുക. ഈ പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇവിടെ പറഞ്ഞു തന്നെയാ. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, ആ സെയിം സ്കൂൾ ടീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞ പോയിന്റ് ഇല്ലേ, അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. വേറെ അഡീഷണൽ പോയിന്റുകളൊന്നുമില്ല, എങ്കിലും നിങ്ങൾക്ക് എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കാം കേട്ടോ. സ്ക്രീൻ നോക്കി എഴുതിയെടുക്കാം. ഓക്കെ. ഹോസ്പിറ്റൽ ടൂർസ് ബൈ ഗ്രൂപ്പ്സ്, അതായത് ഈ പറയുന്ന ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, മറ്റുള്ള ഓർഗനൈസേഷനിലെ മെമ്പേഴ്സ്, അവർക്കൊക്കെ ഹോസ്പിറ്റൽ വിസിറ്റുകൾ നടത്താം. ഓക്കെ. അപ്പൊ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാലോ, ഹോസ്പിറ്റലിൽ നേരിട്ട് പബ്ലിക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതുപോലെ ഹെൽത്ത് ഫെയറുകള്, എക്സിബിഷൻസുകള്, സ്പെഷ്യൽ ക്ലിനിക്കുകള്, ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമുകള്, മെഡിക്കൽ ഇൻഷുറൻസ് പ്രോഗ്രാമുകള്, വെക്കേഷൻ വോളണ്ടിയർ പ്രോഗ്രാമുകള്, കരിയർ ഡേ, ഇങ്ങനെയുള്ളതൊക്കെ കണ്ടക്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലെ ബേസിൽ എക്സിബിഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട് അല്ലെ? അതുപോലെ ചില സ്പെഷ്യൽ ഡേയിലൊക്കെ അവയർനെസ് പ്രോഗ്രാമുകള്, ബ്ലഡ് ഡൊണേഷൻ പ്രോഗ്രാംസുകളൊക്കെ നടത്താം അല്ലെ? അതുപോലെ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ നടത്താം. വെക്കേഷൻ വോളണ്ടിയർ പ്രോഗ്രാംസുകൾ അല്ലെ, അതായത് മെഡിക്കൽ വോളണ്ടിയേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള പ്രോഗ്രാംസുകൾ അറേഞ്ച് ചെയ്യാം. അപ്പൊ അതിലൂടെയൊക്കെ നമുക്ക് ഹോസ്പിറ്റലിന്റെ പബ്ലിക്കുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരങ്ങളാണ്. അതുപോലെ ഹോൾഡിംഗ് ഓഫ് ആൻ ആനുവൽ ഹോസ്പിറ്റൽ ഡേ, ഫൗണ്ടേഴ്സ് ഡേ, സ്പെഷ്യൽ ഇവന്റ്സ്. അതുപോലെ ആനുവൽ ഹോസ്പിറ്റൽ ഡേ സെലിബ്രേറ്റ് ചെയ്യാം, ഫൗണ്ടേഴ്സ് ഡേയോ സ്പെഷ്യൽ ഇവന്റുകളൊക്കെ കണ്ടക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ പബ്ലിക്കിന് നേരിട്ട് ഹോസ്പിറ്റലിൽ വന്ന് മനസ്സിലാക്കാനും ഇന്ററാക്ട് ചെയ്യാനും ഒരു അവസരങ്ങൾ അതിലൂടെ ലഭിക്കും. അപ്പൊ പറയുന്നത് all this helps in projecting every aspect of the hospital's operation, including some of the highly technical functions. അപ്പൊ ഒരു ഹോസ്പിറ്റലിന്റെ സാങ്കേതികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ എല്ലാ പ്രവർത്തനങ്ങളെയും പൊതുജനങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഇതിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. ഇത്തരം എന്താ പറയാ, ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലൂടെ ലഭിക്കുന്നുണ്ട്. ഹോസ്പിറ്റൽ ടൂറിലൂടെ, ഹെൽത്ത് ഫെയർ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കണ്ടക്ട് ചെയ്യുമ്പോൾ നേരിട്ട് എന്താണ് ആളുകൾക്ക് ഹോസ്പിറ്റലിൽ വന്ന് മീറ്റ് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? നെക്സ്റ്റ് വരുന്നതാണ് സ്പീക്കേഴ്സ് ബ്യൂറോ. എന്താണ് സ്പീക്കേഴ്സ് ബ്യൂറോ എന്ന് പറയുന്നത്? CEO and staff should use every opportunity to speak to other service organizations and institutions on health matters. അതായത് ഒരു സ്പീക്കേഴ്സ് ബ്യൂറോ എന്ന് പറഞ്ഞ ഇവിടെ ഉദ്ദേശിച്ച കാര്യത്രേ ഉള്ളൂ. അതായത് നമ്മള് എന്താണ്, ഒരു ഹോസ്പിറ്റലിന്റെ സിഇഒ എന്ന് പറഞ്ഞ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് കേട്ടോ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നാണ് സിഇഒ. എന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ് കേട്ടോ സിഇഒ എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഈ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളില് ഹോസ്പിറ്റലിന്റെ സിഇഒ, മറ്റ് സ്റ്റാഫുകള് മറ്റുള്ള ആരോഗ്യ സേവന സംഘടനകളുമായിട്ട് സംസാരിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും പ്രയോജനപ്പെടുത്തണമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മുടെ കോവിഡ് ഒക്കെ പോലെയുള്ള വലിയ വലിയ പകർച്ചവ്യാധികളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അവിടെ എല്ലാ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒരുപോലെ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും അല്ലെ? ശരിയല്ലേ? അത് പറയുമ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഹോസ്പിറ്റലിന് അകത്ത് മാത്രം ഒതുങ്ങുന്നതല്ല. ഇപ്പൊ കോവിഡ് ഒക്കെ വന്ന സമയത്ത് നമ്മുടെ എല്ലായിടത്തും അല്ലെ, രാജ്യം മൊത്തം വ്യാപിച്ചൊരു സംഭവമാണ് കോവിഡ്. അങ്ങനെയൊക്കെ അസുഖം വന്ന സമയത്ത് നമ്മൾ എല്ലാ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒരുപോലെ അവിടെ എന്ത് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കണം അല്ലെ? അപ്പൊ ആ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോ ഒരു ഹോസ്പിറ്റലിന്റെ സിഇഒ, മറ്റ് സ്റ്റാഫുകള് മറ്റുള്ള ആരോഗ്യ സേവന സംഘടനകളുമായിട്ടും സംസാരിക്കണം, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നല്ല രീതിയിലൊരു ഹെൽത്ത് കെയർ നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് പബ്ലിക്കിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് അഡ്വൈസറി കമ്മിറ്റി കേട്ടോ. അഡ്വൈസറി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപദേശക സമിതി എന്നാണ് കേട്ടോ. അത് വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കാം, എന്താണ് അഡ്വൈസറി കമ്മിറ്റി എന്ന് ചോദിക്കാം കേട്ടോ. അത് നോട്ട് ചെയ്ത് വെക്കാം. അഡ്വൈസറി കമ്മിറ്റി എന്ന് പറഞ്ഞാല് ഇറ്റ്സ് റോൾ ഷുഡ് ബി ടു സജസ്റ്റ് hospital administration the methods to overcome
their shortcomings and interpret the functioning of the hospital to the community. Okay, underline ചെയ്തു വെക്കാം. എന്താണ് പറയുന്നത്? ഒരു അഡ്വൈസറി കമ്മിറ്റിയുടെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് അവരുടെ ഹോസ്പിറ്റലിലുള്ള പോരായ്മകള് പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ സേവനങ്ങളെ പറ്റിയിട്ട് കമ്മ്യൂണിറ്റിനെ അറിയിക്കുന്നതിനുമായിട്ട് സജഷൻസ് കൊടുക്കുക, നിർദ്ദേശങ്ങൾ കൊടുക്കുക. ആരാണ് കൊടുക്കുന്നത്? അവിടുത്തെ അഡ്വൈസറി കമ്മിറ്റിയാണ്. അല്ല, പേരിൽ തന്നെ കിടപ്പുണ്ട്, ഉപദേശക സമിതിയാണ്. അതായത് ഒരു അഡ്മിനിസ്ട്രേഷന് ആ ഹോസ്പിറ്റലിന്റെ പോരായ്മകൾ പരിഹരിക്കുന്നതിനും അതുപോലെ ഹോസ്പിറ്റൽ സേവനങ്ങളെ പറ്റിയിട്ട് കമ്മ്യൂണിറ്റിയിൽ അവയർനെസ് കൊടുക്കുന്നതിനും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? അവിടുത്തെ അഡ്വൈസറി കമ്മിറ്റിയാണ്. അപ്പൊ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാം, that should be to suggest to the hospital administration the methods to overcome their shortcomings. ഇതാണ് അഡ്വൈസറി കമ്മിറ്റിയാണ്. ഇതാണ് അഡ്വൈസറി കമ്മിറ്റി. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ? നെക്സ്റ്റ് വരുന്നതാണ് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ഇവാലുവേറ്റിംഗ് പബ്ലിക് റിലേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞു പബ്ലിക് റിലേഷൻ എന്താണ്, പബ്ലിക് റിലേഷൻ ഇമ്പോർട്ടൻസ് എന്താണ്, ഒരു പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് എന്ത് വേണം? ഒരു കമ്മ്യൂണിറ്റിയിലെ പബ്ലിക് റിലേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലെ. ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്? അതായത് ഒരു ഹോസ്പിറ്റലിന് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നല്ല പബ്ലിക് റിലേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്? അത് ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത്? ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ്. ഇതാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. സർവേകൾ കണ്ടക്ട് ചെയ്യുക. സർവേ നല്ലൊരു ഇൻഡിക്കേറ്റർ ആണ് അല്ലെ. സർവേകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ പറ്റില്ലേ? അതിലൂടെ നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ലേ? അതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ്, പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷന് അറിയുന്നതിന് വേണ്ടിയുള്ള സർവേകൾ കണ്ടക്ട് ചെയ്യും. ഓക്കെ, അത് ഒന്നാമത്തെ ഇൻഡിക്കേറ്റർ. രണ്ടാമത്തെ എന്താണ്? ജനറൽ ഒപ്പീനിയൻ പോൾ ആണ്. അതായത് പൊതു അഭിപ്രായ വോട്ടെടുപ്പ്. ജനറൽ ഒപ്പീനിയൻ പോൾ, പൊതു അഭിപ്രായ വോട്ടെടുപ്പ്. പൊതു അഭിപ്രായ വോട്ടെടുപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു എന്താ പറയാ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ നമ്മൾ ജസ്റ്റ് പൊതുജനങ്ങളിലേക്ക് അഭിപ്രായം അറിയാനായിട്ട് നമ്മൾ ഇട്ടു കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കുകയാണ്. പൊതുജനങ്ങൾക്ക് അതില് അവരുടെ എന്താണ് അഭിപ്രായങ്ങൾ അറിയിക്കും അല്ലെ. അതാണ് പൊതുജന അഭിപ്രായ വോട്ടെടുപ്പ് അല്ലെ, ജനറൽ ഒപ്പീനിയൻ പോൾ. അതിലൂടെ നമുക്ക് പബ്ലിക് റിലേഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ലേ? പൊതുജനങ്ങളുടെ ഒരുപാട് അഭിപ്രായങ്ങൾ നമുക്ക് കിട്ടും. അപ്പൊ അറിയാൻ പറ്റും നല്ലതാണോ, പബ്ലിക് റിലേഷൻ നല്ലതാണോ അതോ മോശമാണോ എന്നൊക്കെയുള്ളത് അതിലൂടെ അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തത് എന്താണ്? ക്വാളിറ്റി ഓഫ് കെയർ യൂസിങ് ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ക്വാളിറ്റി കെയർ അല്ലെ. ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് അവിടെ കൊടുക്കുന്ന സേവനങ്ങളെ പറ്റിയിട്ട് പൊതുജനങ്ങളുമായിട്ടുള്ള റിലേഷനെ പറ്റിയിട്ട് നമ്മൾ എന്തൊക്കെ മെഷർ ചെയ്യണം എന്നുള്ളത് ഒരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കാം. എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്തൊക്കെയാണെന്നുള്ളത് ഒരു കൃത്യമായിട്ട് ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കാം. ചെക്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് നോക്കാം? ക്വാളിറ്റി കെയർ നോക്കാം. ഓക്കെ, മനസ്സിലായി? ക്വാളിറ്റി ഓഫ് കെയർ യൂസിങ് ചെക്ക് ലിസ്റ്റ്. എന്തൊക്കെ പറഞ്ഞാൽ അത് ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക് റിലേഷനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ പറയുന്നത് ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സേവനം നല്ലതാണോ ചീത്തയാണോ? അപ്പൊ 3 ബോക്സ് ഒക്കെ തരാറില്ലേ? ഗുഡ്, എക്സലന്റ്, ആവറേജ്, ബിലോ ആവറേജ് എന്നൊക്കെ പറഞ്ഞ് കാണാറില്ലേ? അതൊക്കെ ഒരു ചെക്ക് ലിസ്റ്റുകളാണ്. അപ്പൊ അത്തരം ചെക്ക് ലിസ്റ്റ് വഴിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക് റിലേഷനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെന്താണ്? എന്തെങ്കിലും മനസ്സിലാകത്തുണ്ടെങ്കിൽ പറയുന്നു കേട്ടോ. നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ്, അതുപോലെ നമുക്ക് ലഭിക്കുന്ന പരാതികളുടെ എണ്ണം, അതും ഒരു ഇൻഡിക്കേറ്റർ ആണ് അല്ലെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഒരുപാട് പരാതികൾ വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നല്ലതാണോ? നല്ല പബ്ലിക് റിലേഷൻ ആയിരിക്കും അത് മോശം പബ്ലിക് റിലേഷൻ ആയിരിക്കും? എന്തായിരിക്കും? ഒരുപാട് കംപ്ലൈന്റ്സ് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്റെ പബ്ലിക് റിലേഷൻ? ഗുഡ് ഓർ ബാഡ്? എങ്ങനെയായിരിക്കും? മോശമായിരിക്കും അല്ലെ. അതല്ല എന്റെ ഉദ്ദേശം. അതൊരു ഇൻഡിക്കേറ്റർ അല്ലേ? അതാണ് കേട്ടോ. നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്, നമുക്ക് ലഭിക്കുന്ന പരാതികളുടെ എണ്ണം. ഓക്കെ, അടുത്തത് എന്താണ്? എക്സ്റ്റെൻഡ് ഓഫ് വോളണ്ടറി എഫേർട്സ് ബൈ ദ കമ്മ്യൂണിറ്റി. അതായത് കമ്മ്യൂണിറ്റിയിൽ നിന്നും ഉണ്ടാവുന്ന
വോളണ്ടറി എഫേർട്സുകളുടെ വ്യാപ്തി എന്ന് വെച്ചാൽ സ്വമേധയാ ഉണ്ടാവുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാല് ഇപ്പോ ഒരു ഹോസ്പിറ്റല്, ആ ഹോസ്പിറ്റല് നല്ല സേവനങ്ങളാണ് പബ്ലിക്കിന് കൊടുക്കണമെങ്കിൽ നമ്മൾ തന്നെ സ്വയം അതിന്റെ എന്താ പറയാ ആ ഒരു ഹോസ്പിറ്റലിന്റെ എന്താ പറയാ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പബ്ലിക് തന്നെ പല കാര്യങ്ങൾ സ്വമേധയാ ചെയ്യും, ആരുടെയും ഒരു എന്താ പറയാ നിർബന്ധമില്ലാതെ. ഇപ്പം നമ്മളിപ്പം ഇതൊക്കെ വരില്ലേ, ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയുടെ ഒക്കെ സമയത്തൊക്കെ കുറെ ഗ്രൂപ്പുകള്, ക്ലബുകള് അവരൊക്കെ തന്നെ ഒരുപാട് പൊതുപ്രവർത്തനങ്ങളൊക്കെ ചെയ്യാറുണ്ട് അല്ലെ. ആരും കമ്പനി ചെയ്തിട്ടല്ല, അവർ സ്വമേധയാ ചെയ്യുന്നതാണ്. ഇപ്പൊ ഹോസ്പിറ്റലിന്റെ പരിസരങ്ങൾ വൃത്തിയാക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും എക്യുപ്മെന്റുകളോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പബ്ലിക്കിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വാങ്ങി കൊടുക്കുക, അങ്ങനെയൊക്കെ പറയുന്നത് എന്താണ്, അതൊക്കെ വോളണ്ടറി എഫേർട്സ് ആണ്. കമ്മ്യൂണിറ്റിയിൽ നിന്ന് സ്വയം ഉണ്ടാകുന്ന ചില എഫർട്ടുകളാണ്. അത്തരം വോളണ്ടറി എഫർട്ടുകൾ ആളുകൾ മുന്നോട്ട് വന്ന് സ്വമേധയാ തയ്യാറായ ഒരു ഹോസ്പിറ്റലിന് വേണ്ടി പല സേവനങ്ങൾ അല്ലെങ്കിൽ പല കോൺട്രിബ്യൂഷൻസും മറ്റൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ആ ഹോസ്പിറ്റലിന് പബ്ലിക്കായിട്ട് നല്ല റിലേഷൻ ഉള്ളത് കൊണ്ടാണ് അല്ലെ. ആ ഹോസ്പിറ്റല് നമുക്ക് നല്ല സേവനങ്ങൾ തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഇമ്പ്രൂവ്മെന്റ് അതിന്റെ അത് വലുതാകാൻ വേണ്ടിയിട്ട് നമ്മളും നമ്മുടേതായ രീതിയിൽ പല കോൺട്രിബ്യൂഷൻസ് നമ്മൾ നടത്തും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എക്സ്റ്റെൻഡ് ഓഫ് വോളണ്ടറി എഫേർട്സ് ബൈ ദ കമ്മ്യൂണിറ്റി, കമ്മ്യൂണിറ്റിയിൽ നിന്നും ഉണ്ടാകുന്ന വോളണ്ടറി എഫേർട്സ്, സ്വമേധയാ ഉണ്ടാകുന്ന ചില പ്രവർത്തനങ്ങളുടെ വ്യാപ്തി, അതിലൂടെ നമുക്ക് പബ്ലിക് റിലേഷൻ അളക്കാനായിട്ട് പറ്റും. ആളുകളൊന്നും അത്ര ഒരു അധികം ഒരു വോളണ്ടറി എഫേർട്സ് ഇല്ല, പിന്നെ ആളുകൾ അതിനോട് അധികം താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു എഫേർട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഓക്കെ, അടുത്തതാണ് ടേൺ ഓവർ ഓഫ് ദ ഹെൽത്ത് സ്റ്റാഫ് കേട്ടോ. ടേൺ ഓവർ ഓഫ് ദ ഹെൽത്ത് സ്റ്റാഫ്, അതായത് ടേൺ ഓവർ എന്ന് വെച്ച് കൊഴിഞ്ഞു പോകുക എന്നൊക്കെ പറയും. അതായത് ഹെൽത്ത് സ്റ്റാഫുകൾ ജോലി മതിയാക്കി പോകുന്നുണ്ടെങ്കിൽ അല്ലെ, അവരുടെ ജോലി മതിയാക്കി പല കാരണങ്ങൾ കൊണ്ട് വേണ്ടാന്ന് വെച്ച് പോവാലോ. ഇപ്പൊ ചിലപ്പോൾ അവർക്ക് നല്ല കണ്ടീഷൻ ആയിരിക്കും, വർക്ക് കണ്ടീഷൻ നല്ലതായിരിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര വേഗം ലഭിക്കുന്നുണ്ടാവില്ല. പലവിധ കാരണങ്ങൾ, ചിലപ്പോൾ വർക്ക് പ്രഷർ കാരണം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ഫെസിലിറ്റി കുറവുകൊണ്ടായിരിക്കാം അല്ലെ. അങ്ങനെയൊക്കെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ പറയുന്ന എംപ്ലോയീസില് ജോലി മതിയാക്കി പോവാന്ന് വെച്ചാൽ ടേൺ ഓവർ എന്നാണ് അതിനെ പറയാ. ആ ടേൺ ഓവർ ഓഫ് ദ ഹെൽത്ത് സ്റ്റാഫ് അതും ഒരു ഇൻഡിക്കേറ്റർ ആണ്. കൂടുതൽ ആളുകളെ വിട്ടുപോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവിടെ മോശം പബ്ലിക് റിലേഷൻ ആണ് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതേസമയം കൂടുതൽ എംപ്ലോയീസിനെ നമുക്ക് എപ്പോഴും നിലനിർത്താൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, നല്ലൊരു പബ്ലിക് റിലേഷൻ അവിടെ ഉണ്ടെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെന്താണ് കൺസിസ്റ്റൻസി ഓഫ് അറ്റൻഡൻസ് ഓഫ് ദ പേഷ്യൻസ് ഇൻ ക്ലിനിക്സ് ആൻഡ് ഹെൽത്ത് സെന്റേഴ്സ്. അതുപോലെ തന്നെ ഈ ക്ലിനിക്കുകള്, ഹെൽത്ത് സെന്ററുകളിലൊക്കെ വരുന്ന പേഷ്യന്റിന്റെ അറ്റൻഡൻസിലുള്ള ഒരു കൺസിസ്റ്റൻസി, അതും എന്താണ്, ഒരു ഇൻഡിക്കേറ്റർ ആണ് അല്ലെ. ഇപ്പൊ ചിലൊരു പെർട്ടിക്കുലർ ഹെൽത്ത് സെന്ററിലേക്ക് കൂടുതൽ ആളുകൾ അവിടെ വരുന്നുണ്ട്, ചികിത്സയ്ക്കായിട്ടും മറ്റുമായിട്ട് കൂടുതൽ ആളുകൾ അങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, അവർക്ക് നല്ല പബ്ലിക് റിലേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ അത് ഓപ്റ്റ് ചെയ്യുന്നത് അവിടെ വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് കൂടുതൽ ആളുകൾ അവര് വരുന്നുണ്ട്, അവരുടെ അറ്റൻഡൻസിലുള്ള കൺസിസ്റ്റൻസി, അതും എന്താണ്, പബ്ലിക് റിലേഷൻ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്, ഡൊണേഷൻസ്, സംഭാവനകൾ. നേരത്തെ പറഞ്ഞല്ലോ, കൂടുതൽ സംഭാവനകൾ ഒരു ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ആ ഹോസ്പിറ്റലിലെ ആളുകളുമായിട്ട് നല്ല റിലേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് കൂടുതൽ കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ ഡൊണേഷൻസ് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെയും നമുക്ക് പബ്ലിക് റിലേഷനെ അളക്കാനായിട്ട് സാധിക്കും. പിന്നെന്താണ്, ഇൻ പേഷ്യൻസ് ഹു ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസർ. നിങ്ങൾ ലാമ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ലാമ ലിവിങ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസർ, അതുപോലെ ലാമ എന്താണ്, ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസർ. അപ്പൊ ഇവിടെ ലാമയാണ് പറയുന്നത് ഇൻ പേഷ്യൻസ് ഹു ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസർ, അതായത് ഒരു ഡോക്ടറുടെ മെഡിക്കൽ അഡ്വൈസറിന് വിപരീതമായിട്ട് എന്താണ്, ട്രീറ്റ്മെന്റ് മതിയാക്കി വിട്ടുപോകുന്ന പേഷ്യൻസുകളുടെ എണ്ണം. അപ്പൊ പേഷ്യൻസ് വിട്ടുപോകാൻ പല കാരണങ്ങൾ ഉണ്ടാവാം അല്ലെ. ചിലപ്പോ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം പേഷ്യൻസ് ചിലപ്പോൾ അവിടുന്ന് വിട്ടുപോകുന്നത്. എങ്ങനെയാണെങ്കിലും ലാമ പേഷ്യൻസിന്റെ എണ്ണം നോക്കിക്കൊണ്ടും നമുക്ക് പബ്ലിക് റിലേഷനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് പബ്ലിക് റിലേഷനെ ഇവാലുവേറ്റ് ചെയ്യാം, ഇതൊക്കെ നമ്മൾ പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ ഉപയോഗിക്കാം, ജനറൽ ഒപ്പീനിയൻ പോൾ, അതുപോലെ ചെക്ക് ലിസ്റ്റ് ഉപയോഗപ്പെടുത്താം, പിന്നെ നമ്പർ ഓഫ് കംപ്ലയിന്റ്സ് റിസീവ്ഡ്, then extent of voluntary efforts by the community, turnover of the health staff, consistency of the attendance of patients, then donations, അതുപോലെ നമ്പർ ഓഫ് ലാമ പേഷ്യൻസ്.
and patients who living against medical advice. അപ്പൊ ഇത്തരം ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു കമ്മ്യൂണിറ്റിയിലുള്ള പബ്ലിക് റിലേഷനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ബോറടിക്കുന്നില്ല നമുക്ക്? ബോറടിക്കുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ചെറിയ കുഴപ്പമുണ്ടല്ലോ. നിങ്ങള് ഓരോ ചാപ്റ്റർ വരുമ്പോ നിങ്ങൾക്ക് ഇതേ ഒരു ഫീലിംഗ് ആയിരിക്കും കേട്ടോ. അഡ്വൈസറി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഉപദേശക സമിതിയാണ് കേട്ടോ. അതായത് നമ്മുടെ ഒരു ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് ആരാ ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേഷനല്ലേ ചെയ്യുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗമാണ് അല്ലേ? അപ്പോ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളിലുള്ള പോരായ്മകൾ പരിഹരിക്കാനും അതുപോലെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് കമ്മ്യൂണിറ്റിക്ക് അവയർനെസ് കൊടുക്കാനും വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേഷന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഓക്കെ, അഡ്മിനിസ്ട്രേഷന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ആരാണ്? അഡ്വൈസറി കമ്മിറ്റിയാണ്, ഉപദേശക സമിതിയാണ് കേട്ടോ. നന്ദിയിലേക്ക് മനസ്സിലായോ എന്താണ് അഡ്വൈസറി കമ്മിറ്റി എന്നുള്ളത്? ഓക്കെ, അപ്പൊ ഇനി ഞാൻ അധികം ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗങ്ങള് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് വരെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഭാഗങ്ങള് നല്ലപോലെ വായിക്കാം. ഒരു ദിവസം ഒരു പ്രാവശ്യം നിങ്ങൾ എടുക്കുന്ന ചാപ്റ്റേഴ്സ് വായിക്കണം കേട്ടോ, അല്ലെങ്കിൽ പണി കിട്ടും ഉറപ്പാണ്. ഓക്കെ, 3rd and 4th മൊഡ്യൂൾ ചാപ്റ്റേഴ്സുകൾ അങ്ങനെയാണ്. അപ്പൊ കുറച്ച് സമയം ജസ്റ്റ് വായിക്കെങ്കിലും വേണം, ഒരു പ്രാവശ്യം വായിക്കാൻ സമയം കണ്ടെത്തും കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വെച്ചാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ ക്ലാസ് മാത്രമേ ഉള്ളൂ സ്നേഹ. പ്ലീസ് മിസ് ലീവാണ്, ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ക്ലാസ് ലീവ് ചെയ്യാം. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇനി ക്ലാസ് ഇല്ല, നിങ്ങൾക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്.